ഹായ് മക്കളെ, നമ്മുടെ 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയിൽ ടോട്ടൽ 8 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഈ 8 ചാപ്റ്റേഴ്സും നമ്മുടെ ആനുവൽ എക്സാമിന് എങ്ങനെ പഠിക്കണം, ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, പഠിക്കേണ്ട കുറച്ച് ട്രിക്സും കാര്യങ്ങളും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്കറിയാം ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടെ കൂട്ടിയിട്ട് 80 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ ഹിസ്റ്ററിയുടെ പാർട്ടിൽ നിന്ന് ടോട്ടൽ 40 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് ഈ 8 ചാപ്റ്റേഴ്സ് എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിൽ ആദ്യം ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ടേമിലത്തെ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സാണ്. ഈ ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ സെക്കൻഡ് ടേമിൽ ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഇതാണ് നമുക്ക് തേർഡ് ടേമിൽ പഠിക്കാനുള്ള ചാപ്റ്റർ. ഏറ്റവും കൂടുതൽ നമ്മുടെ ആനുവൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ പറയുന്ന തേർഡ് ടേം അതേപോലെ സെക്കൻഡ് ടേമിൽ നിന്നായിരിക്കുള്ളൂ. ഓക്കെ, എറൗണ്ട് ഒരു 30+ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈ ഒരു ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ടേമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരില്ല എന്നല്ല, ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. പക്ഷേ കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നതും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതും ഏത് ടേമിലത്തെ ചാപ്റ്റേഴ്സാണ്? സെക്കൻഡും തേർഡും. അതിൽ തന്നെ തേർഡിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും സെക്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 32 മാർക്സ് എങ്കിലും മിനിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിക്കാൻ എടുക്കേണ്ടതും ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടതും ഈ പറയുന്ന സെക്കൻഡ് ആൻഡ് തേർഡ് ടേമിലത്തെ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കാൻ എടുക്കുമ്പോൾ ആനുവൽ എക്സാം ആണ്, ഫസ്റ്റ് മുതൽ പഠിച്ചു തുടങ്ങാതെ ഈ ലാസ്റ്റിൽ നിന്ന് തുടങ്ങണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് അതാണ്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ മുതലായിരിക്കുള്ളൂ നമ്മൾ അങ്ങോട്ട് മുകളിലേക്ക് പഠിക്കാനായിട്ട് പോകുന്നത്. 8th ചാപ്റ്റർ മുതൽ ഫസ്റ്റ് ചാപ്റ്റർ വരെ എന്നുള്ളൊരു ഓർഡറിലായിരിക്കുള്ളൂ നമ്മൾ പഠിച്ചു പോകാൻ പോകുന്നത്. ഇനി 8ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടോ, ഒന്നുകൂടെ പറയുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യും. പരമാവധി ക്വസ്റ്റ്യൻ ആൻസർ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു നോട്ട് ബുക്ക് എടുത്ത് വെച്ചേക്കണം. അറിയാത്ത ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണം. ചിലത് ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ എഴുതാനൊക്കെ പറയും. ആ ഒരു സമയം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആൻസേഴ്സ് ഒന്ന് എഴുതി നോക്കണം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. 8ാമത്തെ ചാപ്റ്റർ ടുവേർഡ്സ് ദ ജനറൽ ന്യൂട്രൽ സൊസൈറ്റി, ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക് എന്നാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ? പിന്നെ അതേപോലെ ഒരു ടേബിൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ആർട്ടിക്കിൾ 14, 15, 16 എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മാച്ച് ദ ഫോളോയിങ്ങോ ടേബിൾ കംപ്ലീഷനോ ആയിട്ട് ചോദിക്കാം. പിന്നെ സ്റ്റീരിയോ ടൈപ്സ്, എന്താണ് സ്റ്റീരിയോ ടൈപ്പ് എന്നുള്ളത്, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, അതേപോലെയുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റീരിയോ ടൈപ്പ് എന്നുള്ളതൊക്കെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നോക്കാം. ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ ഓരോ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട സെക്ഷൻ ഏതൊക്കെയാണെന്നുള്ളതും കൂടെ അവിടെ പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ? ലിംഗഭേദവും ലിംഗപദവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബയോളജിക്കൽ കൺസെപ്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് മെയിൽ ആണോ ഫീമെയിൽ ആണോ ആ ഒരു രീതിയിൽ, പിന്നെ എന്താ മെയിൽ ഫീമെയിൽ ക്രോമസോംസ്, ഫിസിക്കൽ സ്ട്രക്ചർ, ഹോർമോൺ, ജെനിറ്റാലിയ, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് പറയുന്ന ഒരു ടേമാണ് സെക്സ് എന്ന് പറയുന്നത്. പക്ഷേ ജെൻഡർ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയൽ കൺസെപ്റ്റ് ആണ്, ഒരു സോഷ്യൽ എക്സ്പെക്ടേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ജെൻഡറിനെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ടേംസും കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നാണെന്ന് തോന്നാമെങ്കിലും രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് മക്കളെ ഇത്ര അറിഞ്ഞിരിക്കുക, സെക്സ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ കൺസെപ്റ്റ് ആണ്, ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റിയൽ എക്സ്പെക്ടേഷൻ ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് വായിച്ചു പോകുന്നില്ല. സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ക്രോമസോംസ്, ഫിസിക്കൽ സ്ട്രക്ചർ, ഹോർമോൺസ്, ജെനിറ്റാലിയ ആൻഡ് അതർ ഫിസിക്കൽ ഫാക്ടേഴ്സ്. ജെൻഡർ ആണെങ്കിലോ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അസോസിയേറ്റഡ് വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ത്രൂ പെർട്ടിക്കുലർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അപ്പൊ അതൊരു സോഷ്യൽ എക്സ്പെക്ടേഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്രോമസോമുകൾ, ശാരീരിക ഘടന, ഹോർമോണുകൾ, ജനനേന്ദ്രിയം, മറ്റ് ശാരീരിക ഘടകങ്ങൾ എന്നിവയിൽ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ലിംഗഭേദം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ലിംഗപദവി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്
ഒരു സോഷ്യൽ എക്സ്പെക്ടേഷൻ ആണ്. സിമ്പിൾ ആയിട്ട് അത്ര അറിഞ്ഞിരിക്കുക. നമ്മുടെ സമൂഹം നമുക്ക് കൽപ്പിച്ച് നൽകിയേക്കുന്ന ഒരു പദവി പോലെയാണെന്ന് പറയുന്നത് അവിടെ ഈ പറയുന്ന ലിംഗ പദവി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യവും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതാണ് ഒരു മാച്ച് ദ ഫോളോയിങ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, വീഡിയോ എല്ലാവരും പോസ് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് എഴുതാൻ പറ്റുമോ എന്ന് നോക്കി, ഒരു 2 seconds. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും ആൻസർ എഴുതിയിട്ടുണ്ടാകും. നോക്കാം എന്തൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഒരു ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഇനി വരാൻ പോകുന്ന എക്സാമിന് ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഇതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആർട്ടിക്കിൾ നമ്പർ 14, ഇക്വാലിറ്റി ഓഫ് ഓൾ ജെൻഡേഴ്സ്, എല്ലാ ലിംഗ പദവികളുടെയും തുല്യ അവകാശം. രണ്ടാമതായിട്ട് ആർട്ടിക്കിൾ നമ്പർ 16, അവസര സമത്വത്തെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. മൂന്നാമത്തെ ആർട്ടിക്കിൾ നമ്പർ 21, വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ നമ്പർ 21 പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു ടേബിൾ ഒന്ന് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അടുത്തത്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്, ലിംഗ പദവി വാർപ്പ് മാതൃകയുടെ രൂപീകരണത്തിൽ ഭാഷ വഹിക്കുന്ന പങ്ക്. അതിനുമുമ്പ് എന്താണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് മുതലേ സൊസൈറ്റി ഫോളോ ചെയ്ത് വരുന്ന ചില കാര്യങ്ങളായിരിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ മീശമാധവൻ സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഓരോരോ കീഴ്വഴക്കങ്ങളാകുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഡയലോഗ് കേട്ടിട്ടില്ലേ, അതാകുമ്പോൾ വിളിച്ചു പറയാറാണ് പതിവ് എന്നൊക്കെ പറയും. അപ്പോൾ ആ രീതിയിൽ പണ്ട് മുതലേ സൊസൈറ്റിയിൽ ഫോളോ ചെയ്ത് വരുന്ന ഓരോരോ കീഴ്വഴക്കങ്ങളാണ് എന്ന് പറയുന്നത് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിരിക്കുള്ളൂ. അത് ലാംഗ്വേജിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ പറയാവുന്ന എങ്ങനെയാണ്, റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്. നമ്മൾ ഉപയോഗിക്കുന്ന ചില ലാംഗ്വേജ് അത് പുരുഷന്മാരെ ആയിരിക്കുള്ളൂ അത് കൂടുതൽ പറയുന്നത്. പക്ഷേ പറയുന്ന സമയത്ത് ശരിക്കും അത് ലാംഗ്വേജിലോട്ട് പറയുന്ന സമയത്ത് മെയിലിനെയും ഫീമെയിലിനെയും ഒരേപോലെ ഡിനോട്ട് ചെയ്യാനായിട്ട് ആ ഒരു ടേം അവിടെ ഉപയോഗിക്കാറുണ്ട്. ലൈക്ക് സിറ്റിസൺ, മാൻ, അതേപോലെയുള്ള ടേംസ്. പിന്നെ ഈ അടുത്ത് മാറ്റിയ ഒരു ടേമാണ്, പണ്ട് ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്ന ആളെ ബാറ്റ്സ്മാൻ എന്നാണ് പറഞ്ഞിരുന്നത്. അത് വുമൺ ക്രിക്കറ്റിലാണെങ്കിലും അതുപോലെ തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ജെൻഡർ ഇക്വാലിറ്റി എൻഷുർ ചെയ്യാനായിട്ട് ആ ഒരു ടേം മാറ്റിയിട്ട് എന്താക്കി, ബാറ്റർ എന്നാണ് ഇപ്പോൾ ഓരോരുത്തരെയും അവിടെ അറിയപ്പെടാറുള്ളത്. ബാറ്റ്സ്മാൻ എന്നുള്ളത് എന്ത് ചെയ്തു, അവിടെ മാറ്റി. അപ്പോൾ ഇതേപോലെയുള്ള കുറച്ച് ടേംസ് അതിൽ യൂസ് ചെയ്യുന്നതാണെന്ന് പറയുന്നത് അവിടെ ലാംഗ്വേജ് ഇൻ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്നുള്ളതിൽ ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി നമുക്ക് ആൻസർ നോക്കാം. The nouns in many languages are classified on the basis of gender. The terms like citizen, man, that seemingly refers to male, മെയിലിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കൂടുതലും. ദാറ്റ് സീമിംഗ്ലി റെഫേഴ്സ് ടു മെയിൽ കം ടു റെപ്രസെന്റ് ബോത്ത് ദ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. പക്ഷെ പറയുമ്പോൾ അത് മെയിൽസിനെയും ഫീമെയിൽസിനെയും ഒരേപോലെ പറയാനായിട്ട് ഈ ടേംസ് എന്ത് ചെയ്യാറുണ്ട്, അവിടെ ഉപയോഗിക്കാറുണ്ട് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, ദിസ് റിപ്പീറ്റഡ് യൂസേജ് ഓഫ് സച്ച് ടേംസ് റീഇൻഫോഴ്സസ് സ്റ്റീരിയോ ടൈപ്പ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഒരു കീഴ്വഴക്കങ്ങൾ അല്ലെങ്കിൽ ഒരു വാർപ്പ് മാതൃകകളാക്കും. ഫാമിലി, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എക്സെട്ര ആർ ഓൾസോ റീഇൻഫോഴ്സ് ദ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. ജെൻഡർ റോൾസ്, norms and the stereotypes lead to the gender difference. Next, this causes the gender discrimination and atrocities based on gender which result in lack of equality for men, women and other gender in the സൊസൈറ്റി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ജെൻഡർ ഇക്വാലിറ്റി ഇല്ലാത്ത ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യും, അതവിടെ മാറും. ഇപ്പൊ ഈ പറഞ്ഞ സെയിം സാധനം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ സമൂഹത്തിൽ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ, പൗരൻ, അതേപോലെ പുരുഷൻ, ഇതൊക്കെ എന്താ പുരുഷന്മാരെയാണ് സൂചിപ്പിക്കുന്നതായിട്ട് തോന്നുന്നത്. ആണിനെയും പെണ്ണിനെയും പ്രതിനിധീകരിക്കേണ്ടി വരുന്നു ഈ പറയുന്ന പദങ്ങൾക്ക് പിന്നീട്. ഓക്കെ, അപ്പോ ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരുന്നാൽ മതി. ഫുൾ ആയിട്ട് വായിക്കുന്നില്ല. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ചില ടേംസ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും ചിലപ്പോൾ പുരുഷന്മാരെയാണ് എന്ന് മാത്രം ചിലപ്പോൾ അത് തോന്നാം. പക്ഷെ അത് കോമൺ ആയിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഉപയോഗിക്കുന്ന ടേംസും ആയിരിക്കുള്ളൂ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പൊ അതും ജെൻഡർ ഇക്വാലിറ്റിയുമായി കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നേക്കുന്നത്. അടുത്തത്, കമ്പയർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജെൻഡർ റോൾ ആൻഡ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. എന്താണ് നോക്കാം. ജെൻഡർ റോൾ അതേപോലെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. ജെൻഡർ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് രണ്ടും ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ജെൻഡർ റോൾ ഒരു സൊസൈറ്റിയൽ എക്സ്പെക്ടേഷൻ ആണ്, ഒരു സോഷ്യൽ എക്സ്പെക്ടേഷൻ ആണ്. ഒരു പുരുഷൻ എന്താണ് ചെയ്യേണ്ടത്, പറയേണ്ടത്, പെരുമാറേണ്ടത്, ചിന്തിക്കേണ്ടത്, അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്ന ഒരു സൊസൈറ്റിയൽ എക്സ്പെക്ടേഷനെയാണ് ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പദവിപരമായിട്ടുള്ള പങ്കുകൾ എന്നവിടെ പറയും. ഇനി ലിംഗ പദവിപരമായിട്ടുള്ള വാർപ്പ് മാതൃകകൾ അത് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ജെൻഡർ റോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതൊരു സൊസൈറ്റിയൽ എക്സ്പെക്ടേഷൻ ആണ്. ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ
എന്താണ് ചെയ്യേണ്ടത്, പറയേണ്ടത്, പെരുമാറേണ്ടത്, ചിന്തിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു സൊസൈറ്റിയൽ കൺസെപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്, ഈ പറയുന്ന ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു the societal expectation regarding what men and women should do, think, say and wear. ഇങ്ങനെ പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ടേം ആണ് ഇത് ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്? ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, അതായത് ലിംഗപദവിപരമായിട്ടുള്ള മാർപ്പ് മാതൃകകൾ എന്ന് പറയും. ഒരു പുരുഷന് അല്ലെങ്കിൽ സ്ത്രീക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി എന്തൊക്കെയാണ് എന്നുള്ള ഒരു സൊസൈറ്റിയുടെ കൺസെപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് അവിടെയാണെങ്കിൽ എന്ത് പറയണം, പെരുമാറണം, ചിന്തിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ജെൻഡർ റോളിൽ. പക്ഷെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിൽ വന്നപ്പോൾ എന്താ, ഇവർക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റിയെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. ഓക്കെ, the things as their inherent qualities which were mistaken by the society as the quality of men and women. The stereotypes are created by simply presenting such incorrect or partially corrected notions as the basic qualities of women and men. For example, സ്ത്രീക്ക് എപ്പോഴും വീട് നന്നായി നോക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം, വീട്ടിലെ ജോലികളാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. പക്ഷേ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ പുറത്തെ ജോലികൾ ചെയ്ത് വീട്ടിലെ മെയിൻ ഇൻകം സോഴ്സ് ആവേണ്ടത് ആണുങ്ങളാണ്, അതല്ലെങ്കിൽ പുരുഷന്മാരാണ്. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ജോലി നന്നായിട്ട് ചെയ്യാനുള്ള, ഔട്ട്സൈഡ് ജോലികൾ നന്നായിട്ട് ചെയ്യാനുള്ളൊരു ക്വാളിറ്റി കൂടുതൽ ഉണ്ടാകുന്നത് അത് മെന്നിനാണ്. എന്നാൽ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉണ്ടായിരിക്കേണ്ടത് ഒരു സ്ത്രീക്കാണ്. അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഇത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം, ജെൻഡർ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയൽ എക്സ്പെക്ടേഷൻ ആണ്, എന്ത് പറയണം, എന്ത് ചിന്തിക്കണം, എങ്ങനെ പെരുമാറണം, എന്ത് ധരിക്കണം എന്നുള്ളത്. ഇനി അടുത്തത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. ഓക്കെ, മെൻഷൻ സം എക്സാമ്പിൾസ് ഫോർ ദ ജെൻഡർ ബേസ്ഡ് വയലൻസ്. ലിംഗപദവിപരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിരിക്കുള്ളൂ. ഡൗറി റിലേറ്റഡ് ഇഷ്യൂസ്, വയലൻസ് അഗെയിൻ ട്രാൻസ്ജെൻഡർ, ഫീമെയിൽ ഫീറ്റിസൈഡ്, അതേപോലെ സെക്ഷുവൽ അസാൾട്ട്, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ആക്രമണം, ട്രാൻസ്ജെൻഡറുകൾക്കെതിരായിട്ടുള്ള ആക്രമണം, പെൺഭ്രൂണഹത്യ, ലൈംഗിക അതിക്രമം. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നോക്കാനുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. എന്തൊക്കെ കൺസെപ്റ്റ് ആണ് പഠിച്ചത്? ഒന്നാമതായിട്ട് എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ എന്ന് പഠിച്ചു. പിന്നെ സ്റ്റീരിയോ ടൈപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ആ പറഞ്ഞ കൺസെപ്റ്റുകൾ, ജെൻഡർ റോൾ, അതൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ നോക്കിയേക്കുക. പിന്നെ ആ ഒരു മാച്ച് ദ ഫോളോയിങ്ങിന് വന്നിരുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയേക്കുക. ഇത്രയാണ് ആ ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ഏഴാമത്തെ ചാപ്റ്റർ എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുമ്പോൾ ഇത് സെക്കൻഡ് ടേമിൽ വന്നേക്കുന്ന ഒരു ചാപ്റ്റർ ആണ്, തേർഡ് ടേമിലത്തെ അല്ല. പക്ഷേ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് ഉറപ്പാണ് നമുക്ക്. ഓക്കെ, ഇതേപോലെ കൃത്യമായിട്ട് പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഒരു 6-7 കൺസെപ്റ്റുകൾ പറഞ്ഞു തരും. ഇതാണ് ആ ഒരു 7 കീ ഏരിയ ടു ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, കീ ഏരിയാസ് ടു ഫോക്കസ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് കമ്മീഷൻസ് പഠിക്കാനുണ്ട്. ആ ഒരു കമ്മീഷന്റെ എല്ലാത്തിൻ്റെയും മിനിമം ഒരു 4 ഫംഗ്ഷൻ എങ്കിലും എന്ത് ചെയ്യുക, അവിടെ പഠിച്ചു വെച്ചേക്കുക. കമ്മീഷന്റെ മിനിമം എന്ത് വേണം, ഒരു 4 ഫംഗ്ഷൻസ് നമ്മൾ അവിടെ പഠിക്കണം. ഓക്കെ, 4 ഫംഗ്ഷൻസ്. ഈ 4 ഫംഗ്ഷൻസ് കൂടാതെ ആ കമ്മീഷനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ, ഒരു 2-3 പോയിന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്മീഷൻ വന്നതെന്നാണ്, മെമ്പേഴ്സ് ആരൊക്കെയാണ്, ആ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരൊക്കെയാണ്, ഓക്കെ, എന്നാണ് വന്നത്, എത്ര മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, വേണമെങ്കിൽ കാലാവധിയും കൂടെ നോക്കിയിരുന്നു, എത്ര വർഷം ആയിരിക്കും ഉള്ളതിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. മിനിമം 1-2 ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒരു കമ്മീഷന്റെ ഫംഗ്ഷനെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ ആ ഒരു കമ്മീഷനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടോ കാണാൻ പറ്റും. 3 മാർക്കിന്റെ അതല്ലെങ്കിൽ 4 മാർക്കിന്റെ സെക്ഷനിൽ ഈ പറഞ്ഞ സംഭവം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കാം. വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാം? ഓക്കെ, ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രൽ റോൾ തയ്യാറാക്കുന്നത്. പിന്നെ ഇലക്ഷൻ സൂപ്പർവൈസ് ചെയ്യുക. ആരുടെയൊക്കെ ഇലക്ഷൻ? ഈ പറഞ്ഞ ഇലക്ഷൻസ് ഓഫ് ദ ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മെമ്പേഴ്സ് ഓഫ് ലോകസഭ, രാജ്യസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇത്രയും സ്ഥലങ്ങളിൽ നടക്കുന്ന ഇലക്ഷൻസ്
സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷനാണ്. പ്രൊമൽഗേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് കോഡ് ഓഫ് കണ്ടക്ട്, ദാറ്റ് മീൻസ് പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നു. അടുത്തത് റെക്കഗ്നീഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സിംബൽസ് ടു ദം, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ കൊടുക്കുന്നത് ഇവരായിരിക്കുള്ളൂ. അടുത്തത് ഇഷ്യൂ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, റിസീവ് ആൻഡ് സ്ക്രൂട്ടിനൈസ് ആൻഡ് അക്സെപ്റ്റ് ദ നോമിനേഷൻസ് ആൻഡ് പബ്ലിഷ് ദ ലിസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. അവർക്ക് ലഭിച്ചേക്കുന്ന നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ലാസ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതും ഇലക്ഷൻ കമ്മീഷന്റെ ജോലിയായിരിക്കുള്ളൂ. എന്ന് ഇലക്ഷൻ നടത്തണം എന്നുള്ള ഡേറ്റ് പബ്ലിഷ് ചെയ്യലും അതിന്റെ കൗണ്ടിങ്, അതേപോലെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുക, എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുക, ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ ജോലിയായിട്ട് വരും. ഓഡിറ്റ് ഇലക്ഷൻ എക്സ്പെൻസ്, ഇലക്ഷൻ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ വേണ്ട നെസസറി ആക്ഷൻസ് എടുക്കേണ്ടതും ഇവരാണ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ സെയിം സാധനത്തിന്റെ തന്നെ മലയാളമാണ് തന്നേക്കുന്നത്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നില്ല, ഒന്ന് വായിച്ചിരുന്നാൽ മതി. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻസ്, അവരുടെ ഡ്യൂട്ടീസ്, അതെന്നാണ് വന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കണം. വാട്ട് ആർ ദ മേജർ ഫംഗ്ഷൻസ് ഓഫ് നാഷണൽ വുമൻസ് കമ്മീഷൻ? വുമൻസ് കമ്മീഷൻ ആയിക്കോട്ടെ, മൈനോറിറ്റി കമ്മീഷൻ ആയിക്കോട്ടെ, SC/ST കമ്മീഷൻ ആയിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും ഫംഗ്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണെന്നായിട്ട് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ഒന്നാമത്തെ പോയിന്റ്, ഇത് കുറച്ചും കൂടെ നന്നാവാനായിട്ട് ഗവൺമെന്റിന് വേണ്ട ശുപാർശകൾ കൊടുക്കുക, എല്ലാത്തിലും വന്നേക്കുന്ന പോയിന്റ്സാണ്. രണ്ട്, ഈ ഓരോരോ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുക, അതിന് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. ഓക്കെ, അതും ഈ പറഞ്ഞ കമ്മീഷന്റെ ജോലിയാണ്. ഇതും എല്ലാത്തിലും കോമൺ ആയിട്ട് വന്നേക്കുന്നതാണ്. ഓക്കെ, ഇനി ഈ കമ്മീഷനിൽ പെട്ട ഓരോ സംഭവവും, ദാറ്റ് മീൻസ് വുമൺ കമ്മീഷൻ ആയിക്കോട്ടെ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആയിക്കോട്ടെ, SC/ST കമ്മീഷൻ ആയിക്കോട്ടെ, അങ്ങനെ ഏത് കമ്മീഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു വിഭാഗത്തിലുള്ളവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 3 പോയിന്റ്സ് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാം, ആ സംഭവം എന്ത് ചെയ്യുക, അവിടെ കറക്റ്റ് ആയിട്ട് നോക്കിയേക്കുക. ദാറ്റ് മീൻസ് ഫംഗ്ഷനിൽ പഠിക്കാനായിട്ട് എളുപ്പത്തിൽ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ നോക്കാം, ഫംഗ്ഷൻസ് ഓഫ് വുമൺ കമ്മീഷൻ. എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ ദ സേഫ്റ്റി ഫോർ വുമൺ. Submit proposal for the legislation to protect women's rights. Intervene in various issues faced by the woman. Advise the government in policy formation on the matters of concerning women. Give suggestions to eliminate equality and discrimination faced by the woman. Activities for ensuring gender justice. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ഉള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. സ്ത്രീകളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന് സമർപ്പിക്കുക. സ്ത്രീകൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നയരൂപീകരണത്തിന് സർക്കാരിനെ ഉപദേശിക്കുക. ഇത് ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സിലും വരുന്നതാണ്, മീൻസ് എല്ലാ കമ്മീഷന്റെ ഫംഗ്ഷൻസിലും വരുന്നതാണ്. സ്ത്രീകൾ നേരിടുന്ന അസമത്വം വിവേചനം ഇല്ലാതാക്കാനായിട്ട് നിർദ്ദേശങ്ങൾ നൽകുക. ലാസ്റ്റ് പോയിന്റ്, ലിംഗനീതി ഉറപ്പാക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസ് ഒന്നും ബൈഹാർട്ട് ചെയ്യണമെന്നില്ല, മിനിമം ഒരു 4 ഫംഗ്ഷൻസ് എങ്കിലും എന്ത് ചെയ്യുക, ഓരോന്നിന്റെയും അവിടെ പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവണം ക്ലിയർ ആയിട്ട്. ഓക്കെ, ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഫംഗ്ഷൻസ് എഴുതാനായിട്ടല്ല, ധർമ്മങ്ങൾ എഴുതാനല്ല, അതിന് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ, ഇതിലുള്ള ആളുകൾ ആരൊക്കെയാണ്, കാലാവധി, പിന്നെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ഇതേപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമതായിട്ട് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്? ടു എൻഷുർ സിവിൽ റൈറ്റ്സ്, അതായത് ഈ പറഞ്ഞ മനുഷ്യാവകാശം എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഒരു കമ്മീഷന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഈ ഒരു കമ്മീഷൻ നിലവിൽ വന്നേക്കുന്നത് 12 ഒക്ടോബർ 1993 12 ഒക്ടോബർ 1993. ന്യൂഡൽഹിയാണ് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. 6 മെമ്പർ കമ്മീഷൻ ആണ് ഇത്, ചെയർപേഴ്സൺ അടക്കം. അടുത്തത് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് വുഡ് ബി എ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്. ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അതിന്റെ ആരെന്ന് പറയുന്നത്, റിട്ടയേർഡ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. കൂടാതെ ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കുള്ളൂ. കാലാവധി എന്ന് പറയുന്നത് 3 വർഷം, അതല്ലെങ്കിൽ 70 വയസ്സായിരിക്കും. ഓക്കെ, സോ ഇതിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. എന്ത് സിമ്പിളാണ്? എൻഷുർ സിവിൽ റൈറ്റ്സ്. ഒക്ടോബർ 12, 1993 വന്നേക്കുന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. 6 മെമ്പർ കമ്മീഷൻ ഇൻക്ലൂഡിംഗ് ചെയർപേഴ്സൺ, റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആയിരിക്കും അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരേണ്ടത്. പിന്നെ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി. അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇതിലും ഷോർട്ട് നോട്ട് ആണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞാലും അതേപോലെ ഫംഗ്ഷൻസ് എഴുതാൻ പറഞ്ഞാലും ഈ ഒരു 7 കാര്യങ്ങൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയുന്നുണ്ടാവണം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മൈനോറിറ്റി കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത്. പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മൈനോറിറ്റീസ്.
ആ ഒരു ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കമ്മീഷനാണ് ഇത്, നാഷണൽ മൈനോറിറ്റീസ് കമ്മീഷൻ. The most important function of the commission is to ensure welfare and of the religion, linguistic and the cultural minorities by protecting their rights. ഈ രീതിയിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഒരു കമ്മീഷന്റെ ധർമ്മം അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പറയുന്നത്. ഈ ഒരു കമ്മീഷൻ നിലവിൽ വന്നേക്കുന്നത് മെയ് 17, 1993. ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചോളണം. കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ആൻഡ് 5 members. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും കൂടാതെ 5 പേരുണ്ടാകും കമ്മീഷനിൽ. അടുത്തത്, ഈ ഒരു കമ്മീഷനിലുള്ള മെമ്പേഴ്സിനെ ഉണ്ടല്ലോ നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കുള്ളൂ. പക്ഷേ അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കുള്ളൂ? പ്രസിഡന്റ് ആയിരിക്കുള്ളൂ. നോമിനേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റും അപ്പോയിന്റ് ചെയ്യുന്നത്, അവരെ നിയമിക്കുന്നത് പ്രസിഡന്റും ആയിരിക്കും. ലാസ്റ്റ് പോയിന്റ്, ഇവരുടെ ഓഫീസിന്റെ കാലാവധിയാണ് 3 വർഷം എന്ന് പറയുന്നത്. ഓക്കെ, ഓഫീസിന്റെ കാലാവധിയാണ് ഏത് വർഷം? 3 വർഷം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950 അതേപോലെ 51. അപ്പോൾ രണ്ടും നമ്മൾ വെറുതെ ഒറ്റയടിക്ക് വായിക്കാനിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും ഏകദേശം ഒരേപോലെ അല്ലേ, അല്ലെങ്കിൽ രണ്ടും കുറേ ഇല്ലേ, ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ തോന്നും. ഏറ്റവും സിമ്പിളായിട്ട് ഈ ഒരു സംഭവം ഒന്ന് പറഞ്ഞു തരാം. ഒട്ടും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കേട്ടിരുന്നാൽ മതി. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950 നിങ്ങളൊരു 3 പോയിന്റ്സ് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് പാർലമെന്റ് ആയിക്കോട്ടെ, അതിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പാർലമെന്റ് ഇലക്ഷൻ, അതേപോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇലക്ഷൻ, ഈ പറയുന്ന ഇലക്ഷൻസിൽ എല്ലാം അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസീസ്, ദാറ്റ് മീൻസ് നിയോജക മണ്ഡലങ്ങൾ ഉണ്ടല്ലോ, അത് തീരുമാനിക്കുക, അതിൻ്റെ അതിർത്തി തീരുമാനിക്കുക. ഓക്കെ, അതിൻ്റെ ബൗണ്ടറീസ് തീരുമാനിക്കുക, ഡെലിമിറ്റിംഗ് ദെയർ ബൗണ്ടറീസ്, അത് അതിർത്തി പുനർനിർണയം നടത്തുക. ഈ പറഞ്ഞ കാര്യങ്ങളാണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950 വരുന്നത്. ഒന്നാമത്തെ പോയിന്റ് സംശയം പാടില്ല. ഒന്നാമതായിട്ട് പറഞ്ഞത് പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇലക്ഷൻസിലോട്ട് എന്ത് ഉറപ്പാക്കണം? അവിടുത്തെ കോൺസ്റ്റിറ്റ്യുവൻസീസ്, പിന്നെ അതേപോലെ അതിർത്തി പുനർനിർണയം, ഡിലിമിറ്റിംഗ് ദെയർ ബൗണ്ടറീസ്, ഇതെല്ലാം നോക്കിയിട്ട് ഇലക്ട്രൽ റോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നൊക്കെ പറയൂലേ, അത് തയ്യാറാക്കൽ പറഞ്ഞേക്കുന്നത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950 ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതായിട്ട് പറയുന്നത് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസും ഒരു സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരിക്കണം എന്നും ഈ പറയുന്ന റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, ജനപ്രാതിനിധ്യ നിയമം 1950 പറയുന്നു. അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു ഈ ഒരു പോയിന്റിൽ. ഒന്നുകൂടെ നോക്കി. ഒന്ന്, provisions codifying the provisions of for fixing constituencies for elections to parliament and state legislature. പാർലമെന്റിലോട്ടും അതേപോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോട്ടും നടക്കുന്ന, സംസ്ഥാന നിയമസഭകളിലോട്ട് നടക്കുന്ന ഇലക്ഷനിലെ നിയോജക മണ്ഡലങ്ങൾ തീരുമാനിക്കുക, അതേപോലെ തന്നെ അതിന്റെ അതിർത്തി പുനർനിർണയം നടത്തി അതിലത്തെ വോട്ടേഴ്സ് ലിസ്റ്റ്, അതല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ഇലക്ട്രൽ റോൾ എന്ത് ചെയ്യുക, അവിടെ തീരുമാനിക്കുക. ഓക്കെ, 2 പോയിന്റുകൾ പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞത് സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിരിക്കണം എല്ലാം തന്നെ. ലാസ്റ്റ് പോയിന്റ് കുറച്ച് പേരുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ, district returning officer and the electoral registration officer and the preparation of electoral roll. ഇതെല്ലാം ഇവരുടെ ചുമതലകളിൽ വരുന്നതാണ്. അപ്പോൾ ആരുടെയൊക്കെ നിയമനത്തെ കുറിച്ചിട്ടാണ്? ചീഫ് ഇലക്ട്രൽ ഓഫീസർ, ഡിസ്ട്രിക്ട് റിട്ടേണിംഗ് ഓഫീസർ, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ആൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രൽ റോൾസ്. സോ ഇത്രയും കാര്യങ്ങൾ, ഈ 3 പോയിന്റ്സ് അവിടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാം, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കുക. 1950 പറഞ്ഞേക്കുന്നത്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 പറഞ്ഞേക്കുന്നത് പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇലക്ഷൻസിലോട്ട് ഇലക്ഷൻ നടത്തുന്ന സമയത്ത് അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസീസ്, നിയോജക മണ്ഡലങ്ങൾ തീരുമാനിക്കുക, അതേപോലെ തന്നെ അതിന്റെ അതിർത്തി പുനർനിർണയം നടത്തുക എന്നുള്ള കാര്യങ്ങൾ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞു. എല്ലാം ഒരു സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിരിക്കണം. മൂന്നാമതായിട്ട് അപ്പോയിന്റ്മെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. ചീഫ് ഇലക്ടറൽ ഓഫീസർ, ഡിസ്ട്രിക്ട് റിട്ടേണിംഗ് ഓഫീസർ, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ, പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രൽ റോൾസ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ആ ഒരു സെക്ഷൻ അവിടെ കഴിഞ്ഞു. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഈ എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും, ആ ഒരു റെപ്രസെന്റേറ്റീവ്സിന്റെ അല്ലെങ്കിൽ എലക്റ്റഡ് മെമ്പേഴ്സിന്റെ ക്വാളിറ്റി, മീൻസ് ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ, അത് തീരുമാനിക്കുന്നത്
1951 റെപ്രസെന്റേഷൻ ഓഫ് ആക്ട് പ്രകാരമാണ്. ഒന്നാമത്തെ പോയിന്റ്, ഈ പറഞ്ഞ പാർലമെന്റിലോട്ടും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോട്ടും നടക്കുന്ന ഇലക്ഷൻസിൽ കാൻഡിഡേറ്റ്സിന്റെ എലിജിബിലിറ്റി, അതാണ് അവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. എലിജിബിലിറ്റിയും അതേപോലെ ഡിസ്ക്വാളിഫിക്കേഷനും തീരുമാനിക്കുക. അതിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ നോക്കുക എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951. ഇനി രണ്ടാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും രീതിയിൽ എലക്ഷൻ തർക്കങ്ങൾ, ദാറ്റ് മീൻസ് എലക്ഷൻ ഡിസ്പ്യൂട്ട്സ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നതും ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് എലക്ഷൻ ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ആൻഡ് ദ എലിജിബിലിറ്റി ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്, അതും പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ 51. അടുത്തത് defines the invalidation of the members of parliament and state legislative assembly, the system of election, പിന്നെ അതേപോലെ തന്നെ ഇലക്ഷൻ സിസ്റ്റം എങ്ങനെ വേണം, പിന്നെ ക്വാളിഫിക്കേഷൻ, നേരത്തെ അപ്പുറത്തെ അപ്പോയിന്റ്മെന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ അവരുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, ക്വാളിഫിക്കേഷൻ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഡിസ്ട്രിക്ട് റിട്ടേണിംഗ് ഓഫീസർ, ഇലക്ഷൻ ഓഫീസർ, ഇലക്ഷൻ ഒബ്സർവർ ആൻഡ് ദ റിട്ടേണിംഗ് ഓഫീസർ, ഇവരുടെ ക്വാളിഫിക്കേഷൻ ഡ്യൂട്ടി എന്താണെന്ന് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ 1951 എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തത് അവിടെ ഉണ്ടായിരിക്കേണ്ട കാൻഡിഡേറ്റ്സിന്റെ എലിജിബിലിറ്റി, ഡിസ്ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ, ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, പിന്നെ അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട ക്രൈംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും പിന്നെ അതേപോലെ അതിൽ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നത് ഇവരാണ്. എന്നാൽ അൾട്ടിമേറ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതായിരിക്കില്ല, ഈ ഒരു ആക്ട് പ്രകാരമായിരിക്കില്ല. അടുത്തത് ഇറ്റ് ഡിഫൈൻസ് ദ ഇൻവാലിഡേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആൻഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ദ സിസ്റ്റംസ് ഓഫ് ദ ഇലക്ഷൻ ആൻഡ് ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ, ഇലക്ഷൻ ഒബ്സർവർ ആൻഡ് ദ റിട്ടേണിംഗ് ഓഫീസർ അറിഞ്ഞിരിക്കുക. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഈ പറഞ്ഞ കുറച്ച് ഓഫീസേഴ്സിന്റെ കാര്യം. അപ്പോൾ ഈ രണ്ട് ആക്ടുകളും ഇതേപോലെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. 1950 അതേപോലെ 51. 50 പറഞ്ഞിരിക്കുന്നത് ഒരു 3 കാര്യം, സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിരിക്കണം, കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫിക്സ് ചെയ്യുക, പിന്നെ അതേപോലെ ഡിലിമിറ്റിംഗ്, ദാറ്റ് മീൻസ് അതിർത്തി നിർണ്ണയം പ്രോപ്പർ ആയിട്ട് നടത്തുക. ലാസ്റ്റ് പോയിന്റ് അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് ഇലക്ടറൽ ഓഫീസർ, റിട്ടേണിംഗ് ഓഫീസർ, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ, അതേപോലുള്ള കാര്യങ്ങൾ നോക്കുക. 51 എലിജിബിലിറ്റി, ഡിസ്ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇൻവാലിഡേഷൻ, പിന്നെ അതേപോലെ ഏറ്റവും ലാസ്റ്റ് ക്വാളിഫിക്കേഷൻസും ഡ്യൂട്ടീസും എന്തായിരിക്കും എന്ന് പറയുന്നുണ്ട് അവിടുത്തെ ഓഫീസേഴ്സിന്റെ. അത്രയും കാര്യങ്ങൾ അവിടെ പ്രോപ്പർ ആയിട്ട് നോക്കുക. ഇനി ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ അവിടെ പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനിൽ പ്രോപ്പർ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അതിന്റെ ബേസിലായിരിക്കുള്ളൂ അവരൊരു പൊളിറ്റിക്കൽ പാർട്ടി, ദാറ്റ് മീൻസ് നാഷണൽ പാർട്ടി, സ്റ്റേറ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു റീജിയണൽ പാർട്ടി ആകുന്നതും. പിന്നെ അതേപോലെ തന്നെ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള ചിഹ്നങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇതും ഈ പറഞ്ഞ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 വരുന്നത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, സോ കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ 51 അവിടെ നോക്കാനായിട്ട്. അപ്പോൾ അതിന്റെ തന്നെ മലയാളമാണ് ഈ തന്നേക്കുന്നത്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിരുന്നാൽ മതി. ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഏകാംഗ കമ്മീഷൻ ആയിരിക്കുള്ളൂ, പിന്നെ ഇവരുടെയൊക്കെ അപ്പോയിന്റ്മെന്റ്, ആരുടെ നിയമനം, ഇതിനൊക്കെ പറയുന്നുണ്ട്. ചീഫ് ഇലക്ടറൽ ഓഫീസർ, അതേപോലെ തന്നെ ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ, ഇവരുടെയൊക്കെ നിയമനത്തെ പറ്റിയിട്ട് 1950 പറയുന്നു. 1915 യോഗ്യത അയോഗ്യത മറക്കണ്ട. പിന്നെ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ചിഹ്നങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ നിയമം അവിടെ വ്യക്തമാക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അവിടെ പറയാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു 2 ചാപ്റ്റർ അവിടെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എല്ലാ കമ്മീഷന്റെയും ഫംഗ്ഷൻസ് ഒരു മിനിമം 4 പോയിന്റ് നോക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞ് ചോദിച്ചാൽ മിനിമം ഒരു 3-4 പോയിന്റ്സ് നമുക്ക് അവിടെ കിട്ടണം. എന്നാണ് വന്നത്, എത്ര മെമ്പേഴ്സ് ആണുള്ളത്, അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, കാലാവധി എത്ര, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ആ ഒരു ചാപ്റ്റർ അവിടെ സെറ്റ് ആവും. ഓക്കെ, സോ നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോകുന്നു. 6ാമത്തെ ചാപ്റ്റർ, ഫ്രം ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി, ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക്. ഓക്കെ, ഒരു 2-3 ക്വസ്റ്റ്യൻ ഒറ്റയ്ക്ക് നമുക്ക് ഇപ്പൊ ചെയ്യാനായിട്ടുള്ളതുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്ക് എടുക്കണം. ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ ചാപ്റ്റർ നമ്മൾ റിവിഷനൊക്കെ കഴിഞ്ഞതാണ്, പഠിച്ചു കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും എന്തായാലും. സോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിഫോർ ദാറ്റ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? നോക്കിക്കോ. ചോള കിങ്ഡം ആൻഡ് ഇറ്റ്സ് പ്രോഗ്രസ് ത്രൂ ഇറിഗേഷൻ ആൻഡ് അഗ്രികൾച്ചർ, ജലസേചന സൗകര്യം, കൃഷി വ്യാപിച്ചത് എങ്ങനെയൊക്കെയാണ്. റോൾ പ്ലേഡ് by temples in
സോഷ്യോ എക്കണോമിക് ലൈഫ് ഓഫ് ദ ചോള കിങ്ഡം. ആ ഒരു ചോള കാലഘട്ടത്തിൽ ഈ പറയുന്ന ടെമ്പിൾസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സാമൂഹ്യ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാമൂഹ്യ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജീവിത ശൈലിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ടെമ്പിൾസിന്റെ റോൾ എന്താണെന്നുള്ളത് നോക്കാനുണ്ട്. പിന്നെ ചാലൂക്യ ഭരണം, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ചാലൂക്യാസ്, പിന്നെ പ്രതിഹാര റൂൾ ആൻഡ് രാഷ്ട്രകൂട റൂൾസ്, ഈ രണ്ട് ഭരണങ്ങളും കൃത്യമായിട്ട് നോക്കണം. വൺ വേർഡ് ആയിട്ടും അതല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ആയിട്ടും ചോദിക്കാം. അടുത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ആൻഡ് ഡൈനാസ്റ്റീസ്, അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഡ്യൂറിങ്, എങ്ങനെയായിരുന്നു കൃഷി ആ പറഞ്ഞ ഡൽഹി കാലഘട്ടത്തിൽ, ഡൽഹിയിലെ സുൽത്താൻമാരുടെ കാലഘട്ടത്തിൽ. ലാസ്റ്റ് ആണ് അവിടെ ഇക്ത സിസ്റ്റം. ഇക്ത സിസ്റ്റം ഇറിഗേഷൻ, ആ ഒരു റാഹത്ത് ഇറിഗേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു സെക്ഷനും കൂടെ കൃത്യമായിട്ട് അവിടെ നോക്കിക്കൊള്ളണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഫൗണ്ടഡ് ദ വിക്രമശില യൂണിവേഴ്സിറ്റി? വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ധർമ്മപാല. അടുത്തത്, വാട്ട് ഈസ് വെറ്റി ഇൻ ചോളനാട്? ചോളനാട്ടിൽ വെറ്റി എന്നറിയപ്പെടുന്നത് എന്താണ് എന്നുള്ളത്. അൺപെയ്ഡ് സർവീസിനെയാണ് അവിടെ വെറ്റി എന്നറിയപ്പെട്ടിരുന്നത്. വേതനമില്ലാത്ത അധ്വാനത്തെയാണ് എന്തറിയപ്പെട്ടിരുന്നത്? വെറ്റി എന്നവിടെ അറിയപ്പെട്ടിരുന്നത്. മാച്ച് ദ ഫോളോയിങ്. ഒരു 2 സെക്കൻഡ് ടൈം വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക. ഒറ്റയ്ക്ക് എഴുതാൻ പറ്റുമോ എന്നൊന്ന് നോക്കി നോക്കുക. ഒറ്റയ്ക്ക് എഴുതാൻ പറ്റുമോ എന്ന് നോക്കി നോക്കുക. യെസ്, ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. എല്ലോറ, രാഷ്ട്രകൂടാസ്, വീരുപാക്ഷ ചാലൂക്യാസ്, ബൃഹദീശ്വര ചോളാസ്. ഓക്കെ, അടുത്തത്, ദ വില്ലേജ് ഓട്ടോണമി ഇൻ ചോള പീരീഡ് ഈസ് റിമാർക്കബിൾ, എക്സ്പ്ലെയിൻ ഇറ്റ്. ചോളന്മാരുടെ ഗ്രാമ സ്വയംഭരണം വളരെ ശ്രദ്ധേയമാണ്, വിശദീകരിക്കുക. അപ്പോ ഇതില് ആൻസറിലോട്ട് പോകുന്നതിന് മുൻപ് ആ വില്ലേജ് ഓട്ടോണമി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലത്തെ ഒരു പിക്ചർ വന്നിട്ടുണ്ടാവും. ദാ ഈ വില്ലേജ് ഓട്ടോണമി. അപ്പോൾ അതിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ? ഊര്, അതേപോലെ സഭ. ഊരിന്റെ അണ്ടറിൽ വന്നിരുന്നതാണ് അസംബ്ലി ഓഫ് ദ പീപ്പിൾ, അതായത് ജനങ്ങളുടെ പൊതുസഭയായിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് സഭയിൽ വന്നിരുന്നത് അസംബ്ലി ഓഫ് ദ എൽഡേഴ്സ് ഇൻ ദ ബ്രാഹ്മിൻ വില്ലേജ്. ബ്രാഹ്മണ ഗ്രാമങ്ങളിലെ മുതിർന്നവരുടെ സഭയായിരുന്നു അവിടെ സഭ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ചോള ഗ്രാമ സ്വയംഭരണം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് ഈ ഒരു കാര്യമാണ്. ഇനി നോക്കാം എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. മെനി റെക്കോർഡ്സ് ഓഫ് ദിസ് ടൈം ഗിവൺ ദ എവിഡൻസ് ഓഫ് ദ വില്ലേജ് സെൽഫ് ഗവേണൻസ് അണ്ടർ ദ ചോളാസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എമംഗ് ദം ഈസ് ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ. അതിൽ പറഞ്ഞേക്കുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തത് 2 ടൈപ്സ് ഓഫ് കൗൺസിൽ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഊർ, അതേപോലെ സഭ. എക്സിസ്റ്റഡ് ഡ്യൂറിംഗ് ദ പീരീഡ്. ദേ ഹാഡ് ഓട്ടോണോമസ് പവേഴ്സ്, അവർക്ക് സ്വയംഭരണ അധികാരം ഉണ്ടായിരുന്നു. ദ മെയിൻ്റനൻസ് ഓഫ് ദ പോൺസ്, വെൽ ആൻഡ് ദ റോഡ് വാസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ്. ഓക്കെ, ആ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലായിരിക്കുള്ളൂ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചോളന്മാരുടെ ഗ്രാമ സ്വയംഭരണത്തെ കുറിച്ചിട്ട് ഉത്തരമേരൂർ ലിഖിതമാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെളിവ് ലഭിച്ചേക്കുന്നത് കേട്ടോ. ഊർ, അതേപോലെ സഭ എന്നീ പേരുകളിലുള്ള 2 സഭകൾ ആ കാലത്ത് നിലനിന്നിരുന്നു. ഇവയ്ക്ക് ഓട്ടോണോമസ് പവേഴ്സ് അഥവാ സ്വയംഭരണ അധികാരങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറഞ്ഞേക്കുന്ന അവിടെ പോണ്ട്, വെൽ, ഇതൊക്കെ ആരാണ് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്? അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് ആയിരുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളായിരിക്കും എന്ത് ചെയ്തേക്കുന്നത്, ഇതെല്ലാം അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ഓക്കെ, അടുത്തത്, വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ സുൽത്താനേറ്റ് പീരീഡ്? ഈ സുൽത്താനേറ്റ് പീരീഡിലുള്ള സംഭാവനകൾ എന്തെല്ലാം? ഇതിൽ മെയിൻ ആയിട്ട് പറയേണ്ടതാണ് ഒന്ന് സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, രണ്ടാമതായിട്ട് റാഹത്ത് ഇറിഗേഷൻ എന്താണ് എന്നറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മോണിറ്ററി സിസ്റ്റത്തെ കുറിച്ചിട്ട്, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം, എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് വായിച്ച് പറയുന്നില്ല, കാരണം ഒരുപാട് ലെങ്ത് ആയി പോകും നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ പറഞ്ഞ സെക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിരുന്നേക്കണം. ഇക്ത സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇൽത്തുമിഷിന്റെ കാലത്താണ് ഈ പറയുന്ന സംഭവം കൊണ്ടുവന്നത്. ദിസ് വാസ് എ സിസ്റ്റം under which the land of the country was divided into different small units. അതായത് ആ രാജ്യം എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയും അത് ഓരോ സോൾജിയേഴ്സിന് കൊടുക്കുകയും ചെയ്യുന്നു. ആ ഒരു ദാനമായിട്ട് കൊടുത്ത, അല്ലെങ്കിൽ ദാനമായിട്ടല്ല നോക്കാനായിട്ട് കൊടുത്ത ആ ഒരു ലാൻഡിനെ പറയുന്ന പേരാണെന്ത്? ഇക്ത എന്ന് പറയുന്നത്. അവരെ മറ്റവരെ എന്താ അറിയപ്പെടും? ഇക്തദാർ എന്നറിയപ്പെടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്ത സിസ്റ്റം. പിന്നെ കൃഷിയുടെ വ്യാപനത്തിനായിട്ട് അവിടെ ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു എന്ത്? റാഹത്ത് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇത് പ്രകാരം
which the water was drawn from a water body for irrigation by spinning wheel using the cattle was in practice. അവിടെ ഉണ്ടായിരുന്ന ഇറിഗേഷൻ സിസ്റ്റം. പിന്നെ ലാസ്റ്റ് അവിടെ നോക്കേണ്ടതാണ് ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെബിലിറ്റി, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, അവിടെ ഉണ്ടായിരുന്ന മോണിറ്ററി സിസ്റ്റം എന്തൊക്കെയാണ്, തങ്ക, അതേപോലെ ദിർഹം, ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് അവിടെ നോക്കിക്കൊള്ളണം. ഓക്കെ, പിന്നെ കൾച്ചറൽ ലൈഫിലോട്ട് വരുമ്പോൾ അവിടെ പറഞ്ഞേക്കുന്ന മ്യൂസിക്, പിന്നെ കുത്തബ് മിനാർ, ഹോസ്കാസ് കോംപ്ലക്സ്, ഈ പറഞ്ഞ സെക്ഷൻസും അവിടെ നോക്കുക. പിന്നെ എ ലോട്ട് ഓഫ് ടെക്സ്റ്റ് വെർ കമ്പോസ്ഡ് ഇൻ ദ അറബിക് ലാംഗ്വേജ് ആൻഡ് മെനി സയന്റിഫിക് ആസ്ട്രോണമിക്കൽ വർക്ക്സ് ഓഫ് ഇന്ത്യ വെർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു അറബിക് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ഏതൊക്കെയാണ്, ലിഖിതങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ അമീർ ഖുസ്രു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. ഓക്കെ, ഇത്രയും കൺസെപ്റ്റ് ആണ് അവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, ഇത്രയും കൺസെപ്റ്റ് ആണ് അതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ എല്ലാം ഫുള്ളായിട്ട് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു പോകുന്നില്ല, കാരണം ഒരുപാട് ലെങ്ത് ആയി പോകും. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും അവിടെ കവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ നോക്കണം. മെയിൻ ആയിട്ട് ഇക്ത സിസ്റ്റം, പിന്നെ ഈ കാണിച്ച മാച്ച് ദ ഫോളോയിങ്, റാഹത്ത് ഇറിഗേഷൻ, പിന്നെ ആ ഒരു ചോളന്മാരുടെ ആ ഒരു ഭരണം എങ്ങനെയൊക്കെയായിരുന്നു, ഇത്രയും കൺസെപ്റ്റ് എന്ത് ചെയ്യുക ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയ ആ സെക്ഷന്റെ ഇംഗ്ലീഷ് എന്ത് ചെയ്തിട്ടുണ്ട്, മലയാളം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നിട്ടുണ്ട്, ഇതുകൂടെ അവിടെ നോക്കിയേക്കുക. ഓക്കെ, യെസ്, നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു. 5ാമത്തെ ചാപ്റ്റർ ഡെമോഗ്രഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. ഇതും നമ്മുടെ സെക്കൻഡ് ടേമിലെ ചാപ്റ്റേഴ്സിൽ ഒന്നാണ്. ഓക്കെ, അപ്പോൾ എന്നാലും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിന്റെ ഓവർവ്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്ന് ഓടിച്ചൊന്ന് പറയാം എന്തൊക്കെയാണ് ഈ ഒരു കൺസെപ്റ്റ് എന്നുള്ളത്. ഡെമോഗ്രഫി എന്താണ് എന്ന് നോക്കണം. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് ഡീൽസ് വിത്ത് പോപ്പുലേഷൻ, ജനസംഖ്യ, ചേഞ്ചസ് ഇൻ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആസ്പെക്ട്, ഘടനാപരമായ മാറ്റങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് വിശകലനം ചെയ്യുന്ന ഒരു സോഷ്യൽ സയൻസിന്റെ ബ്രാഞ്ചിനെയാണ് അവിടെ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഇതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സോഷ്യൽ ഡെമോഗ്രഫി, ഫോർമൽ ഡെമോഗ്രഫി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കട്ടിംഗ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ ഡെമോഗ്രഫിയും അതേപോലെ ഫോർമൽ ഡെമോഗ്രഫിയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിന്റെ ഡിസ്കഷനിൽ ലാസ്റ്റ് എന്ത് ചെയ്യാം കാണിച്ചു തരാം. മൈഗ്രേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിനെയാണ് സാധാരണ എന്ത് പറയുന്നത്, മൈഗ്രേഷൻ എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് ചിലപ്പോൾ ജോലി ആവശ്യങ്ങൾക്കൊക്കെ ആയിരിക്കാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിന് മൈഗ്രേഷൻ എന്ന് പറയും. അതിന് 2 ക്ലാസിഫിക്കേഷൻ ആണ്, ഇന്റേണൽ മൈഗ്രേഷൻ, ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിക്കുള്ളിലാണ് നടത്തുന്നതെങ്കിൽ ഇന്റേണൽ മൈഗ്രേഷൻ, ഒരു 2 രാജ്യങ്ങൾ ആയിട്ടാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പറയും ഇന്റർനാഷണൽ മൈഗ്രേഷൻ. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഒന്നുമില്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ, ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ശരാശരി എണ്ണം. അടുത്തത് മെയിൽ ഫീമെയിൽ റേഷ്യോ ആൻഡ് ചൈൽഡ് സെക്സ് റേഷ്യോ, അതായത് 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നുള്ളത്. ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ അത് 6 വയസ്സിലോട്ട് മാറും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇതും 1000ന്റെ ഒരു കണക്കെടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഡിപ്പെൻഡൻസി റേഷ്യോ പ്രകാരം 0 മുതൽ 14, 14 to 59, 60 വയസ്സിന് മുകളിൽ. സോ ഇവരും അതേപോലെ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ളത് 0 to 14, 60 വയസ്സിന് മുകളിലുള്ള ഇവരും ടോട്ടൽ പോപ്പുലേഷൻ തമ്മിലുള്ള ആ ഒരു റേഷ്യോയാണ് അവിടെ ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്. ലൈഫ് എക്സ്പെക്ടൻസി റേഷ്യോ, ഒരാൾ ശരാശരി എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും അതിനെയാണ് അവിടെ ലൈഫ് എക്സ്പെക്ടൻസി റേഷ്യോ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ, ആ ഏജ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് ഡിപ്പെൻഡൻസി റേഷ്യോയിൽ പറഞ്ഞല്ലോ, 0 to 14, 15 to 59, 60+. സോ ഈ ഒരു 3 ഏജ് ഗ്രൂപ്പിനെയാണ് അവിടെ ഏജ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോകാം. ഒന്നാമത്തത്, ഇന്ത്യയിലെ സെൻസസ് ആക്ടിവിറ്റീസ് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. 1 മാർക്കിന് ചോദിക്കാം. അടുത്തത്, പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്തൊക്കെയാണ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? ഒന്ന്, ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസസ്, പൊല്യൂഷൻ, ലാക്ക് ഓഫ് വാട്ടർ സ്റ്റോറേജ്, അതേപോലെ ക്രൗഡിംഗ്, തുറസായിട്ടുള്ള സ്ഥലങ്ങളുടെ അഭാവം, മലിനീകരണം, ജലസംഭരണത്തിന്റെ അഭാവം, അതേപോലെ തിരക്ക്. ഓക്കെ, ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം. ഇനി ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്താണ് എന്നുള്ളത്, ദാറ്റ് മീൻസ് വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം കൂടുന്നു, അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്ന വിഭാഗം കൂടുന്നു. ഡിപ്പെൻഡൻസിന്റെ ഏരിയ സെക്ഷൻ എന്ത് ചെയ്യുന്നു, അവിടെ കുറയുന്നു. സോ ആ ഒരു കൂടുതലാണ്, അല്ലെങ്കിൽ ആ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ജനസംഖ്യ ലാഭവിഹിതം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ജനസംഖ്യ ലാഭവിഹിതത്തിന്റെ നേട്ടങ്ങൾ എന്തെല്ലാം, ഡെമോഗ്രഫിക് ഡിവിഡൻഡിന്റെ നേട്ടങ്ങൾ എന്തെല്ലാം? ജോലി ചെയ്യാനായിട്ടുള്ള ആളുകൾ, വർക്ക് ഫോഴ്സ് കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാവില്ലേ, സാമ്പത്തിക വികസനം ഉണ്ടാവില്ലേ. സോ അതാണ് ഒന്നാമത്തെ പോയിന്റ്. 2, പ്രൊഡക്ടിവിറ്റി ഓഫ് ദ കൺട്രി ഇൻക്രീസസ്, രാജ്യത്തിന്റെ ഉൽപാദന ക്ഷമത അവിടെ കൂടും. അടുത്തത്, ദ കൺട്രി എൻജോയ്
എൻജോയ്സ് ഹൈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. മാനവ വിഭവശേഷി മെച്ചപ്പെടുത്താനായിട്ട് ആ ഒരു രാജ്യത്തിന് അവിടെ പറ്റും. രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി, അടുത്തത് രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു, രാജ്യത്തിന് ഉയർന്ന മാനവ വിഭവശേഷി അവിടെ ലഭിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ. അടുത്തത് ലിസ്റ്റ് ഔട്ട് ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ദ ഹൈ ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ് ഓഫ് കേരള. 4 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ മിക്കവാറും ഈ പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഒന്നാമതാണ് ഹൈ ലിറ്ററസി റേറ്റ് ആൻഡ് ഹൈ എഡ്യൂക്കേഷൻ. ഉയർന്ന സാക്ഷരതാ നിരക്കും ഉയർന്ന വിദ്യാഭ്യാസവും. ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസി, വികേന്ദ്രീകൃതമായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങൾ, ആരോഗ്യ നയങ്ങൾ. ക്ലീൻലിനെസ്, അതേപോലെ ശുചിത്വം. ഫുഡ് അവൈലബിലിറ്റി ആൻഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഉയർന്ന സാക്ഷരതാ നിരക്കും ഉയർന്ന വിദ്യാഭ്യാസവും, വികേന്ദ്രീകൃത പൊതുജനാരോഗ്യ നയം, ഭക്ഷ്യലഭ്യതയും അതേപോലെ പൊതുവിതരണവും. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ? ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇന്റേണൽ മൈഗ്രേഷൻ ഉണ്ട്, ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഉണ്ട്. മൈഗ്രേഷൻ വിത്തിൻ ദ കൺട്രീസ് ബൗണ്ടറീസ്, രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ അതിനെ പറയും ഇന്റേണൽ മൈഗ്രേഷൻ. 2 രാജ്യങ്ങൾ തമ്മിലാണെന്നുണ്ടെങ്കിൽ അതിനെ പറയും ഇന്റർനാഷണൽ മൈഗ്രേഷൻ. മൈഗ്രേഷൻ അക്രോസ് ദ കൺട്രീസ് ബൗണ്ടറി അല്ലെങ്കിൽ ബോർഡേഴ്സ് ഈസ് ജനറലി കോൾഡ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. എക്സാമ്പിൾ ഒക്കെ ചിന്തിച്ച് നോക്കിയേക്കുക. ഇന്ത്യക്കകത്തുള്ള 2 സ്റ്റേറ്റുകൾ തമ്മിലാണ് മൈഗ്രേഷൻ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇന്റേണൽ എന്നും, ഇന്ത്യ ടു മറ്റേതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രി ആണെന്നുണ്ടെങ്കിൽ അത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയും. അതിന്റെ തന്നെ മലയാളമാണ് ഈ തന്നേക്കുന്നത്. രാജ്യ അതിർത്തിക്കുള്ളിൽ അഭ്യന്തര കുടിയേറ്റം, 2 രാജ്യങ്ങൾ തമ്മിലാണെങ്കിൽ രാജ്യാന്തര കുടിയേറ്റം. ചാപ്റ്ററിൽ നിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സോഷ്യൽ ഡെമോഗ്രഫി, അതേപോലെ ഫോർമൽ ഡെമോഗ്രഫി. അപ്പോൾ പഠിച്ചു വെച്ചേക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളതാണ്. സോഷ്യൽ ഡെമോഗ്രഫി, സോഷ്യൽ ഡെമോഗ്രഫിയിൽ എന്ത് പഠിക്കുന്നു, അതേപോലെ ഫോർമൽ ഡെമോഗ്രഫിയിൽ എന്ത് നോക്കുന്നു, ഇത്രയും പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഒന്ന് നോക്കി. സോഷ്യൽ ഡെമോഗ്രഫി, ഇൻവെസ്റ്റിഗേറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ സോഷ്യൽ ഡെമോഗ്രഫി ആൻഡ് ഇറ്റ്സ് കോസസ് ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് ചേഞ്ച്. എന്ന് വെച്ചാൽ എന്താ? ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിന്റെ കാരണങ്ങളും അനന്തരഫലങ്ങളുമാണ് ഇത് പരിശോധിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത്. ഓക്കെ, ഇനി അപ്പുറത്ത് ഫോർമൽ ഡെമോഗ്രഫിയിൽ ഡെമോഗ്രഫിയിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുന്നത് എന്താണ്? ഇറ്റ് അനലൈസസ് ദ ഫാക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച്. സെൻസസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ ഫോർമൽ ഡെമോഗ്രഫി. അതായത് ജനസംഖ്യ മാറ്റത്തിന്റെ ഘടകങ്ങളെ അളക്കുകയും വിശകലനം നടത്തുകയും ചെയ്യുന്നു. ഓക്കെ, ഇതിന് ഉദാഹരണമാണ് ജനസംഖ്യ കണക്കെടുപ്പ് എന്ന് പറയുന്നത്. ഇത്രയും അവിടെ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഒന്നാമത്തെ സോഷ്യൽ ഡെമോഗ്രഫിയിൽ സ്ട്രക്ചർ ഓഫ് ദ സോഷ്യൽ ഡെമോഗ്രഫി ആൻഡ് ഇറ്റ്സ് കോസസ് ഓഫ് ചേഞ്ച് ആൻഡ് കോൺസിക്വൻസസ്, അതായത് ജനസംഖ്യ ഘടനയും അവരുടെ മാറ്റത്തിന്റെ കാരണങ്ങളും അന്വേഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഫോർമൽ ഡെമോഗ്രഫിയിലാണെങ്കിൽ അനലൈസ് ദ ഫാക്ടേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ ചേഞ്ച്. സെൻസസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അതായത് ജനസംഖ്യ മാറ്റത്തിന്റെ ഘടകങ്ങളെ അളക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഔപചാരിക ജനസംഖ്യ പഠനത്തിന് ഉദാഹരണമാണ് ഇതെന്ന് പറയുന്നത്. സെൻസസ് അഥവാ ജനസംഖ്യ കണക്കെടുപ്പ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ ഏകദേശം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. 4ാമത്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഫസ്റ്റ് ടേമിലത്തെ ചാപ്റ്റേഴ്സ് ആണ്. മിക്കവാറും ഒരൊറ്റ ചോദ്യമേ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അത് മിക്കവാറും ഒരു 3 മാർക്കിന്റെ അല്ലെങ്കിൽ 4 മാർക്കിന്റെ സെക്ഷനായിട്ട് ചോദിക്കാം. ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ അമെൻമെന്റ് ഉണ്ടല്ലോ, ഫ്ലെക്സിബിൾ അമെൻമെന്റ്, റിജിഡ് അമെൻമെന്റ്, മോർ റിജിഡ് അമെൻമെന്റ്, അയവുള്ള ഭേദഗതി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ആ ഒരു സെക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റുകളെ പറ്റിയിട്ടും ഈ 2 ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടന്റ്. പക്ഷേ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ച് നോക്കിയേക്കാം. ഒന്നാമതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും വലിയ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെഡറലിസം, ഫെഡറലിസത്തിന് അണ്ടറിൽ വരുന്നതാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, റെസിജ്വറി പവേഴ്സ്. ചിലപ്പോൾ കുറച്ച് വിഷയങ്ങൾ തരും. ആ വിഷയങ്ങൾ തന്നിട്ട് നമ്മളോട് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഡിവൈഡ് ചെയ്ത് എഴുതാനായിട്ട് പറയും. ലെജിസ്ലേച്ചർ, ലെജിസ്ലേച്ചറിന്റെ ഉള്ളിലുള്ളതാണ്. മീൻസ് ഗവൺമെന്റിന്റെ 3 ഓർഗൻസ് ഉണ്ട്. ആ 3 ഓർഗൻസ് ആണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിയമനിർമ്മാണ വിഭാഗം അഥവാ ലെജിസ്ലേച്ചറിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ പറഞ്ഞ പാർലമെന്റ് ആയിക്കോട്ടെ, ബില്ല് ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ഈ പറഞ്ഞ കാര്യങ്ങൾ. പാർലമെന്റിന്റെ അണ്ടറിൽ രാജ്യസഭ, ലോകസഭ. രാജ്യസഭയെ അപ്പർ ഹൗസ് എന്നും ലോകസഭയെ ലോവർ ഹൗസ് എന്നും പറയുന്നു. പിന്നെ ബിൽസ്, മണി ബില്ല്, നോൺ മണി ബില്ല്, കോൺസ്റ്റിറ്റ്യൂഷണൽ, അതേപോലെ തന്നെ ഓർഡിനറി ബില്ല്. പിന്നെ പ്രൈവറ്റ് ബില്ല് എന്താണ്, ഗവൺമെന്റ് ബില്ല് എന്താണ്, ആ ഒരു സെക്ഷൻ കൂടെ നോക്കണം, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 ചോദ്യങ്ങളാണ്. ഇപ്പോൾ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു തന്നു ഏതൊക്കെയാണ് 2 എന്നുള്ളത്. ഇത് ഇമ്പോർട്ടൻറ്റ്
രണ്ടാമതായിട്ട് ഈ പറഞ്ഞ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ടല്ലോ, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, പിന്നെ പെർമനന്റ് എക്സിക്യൂട്ടീവ്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, ആ കാര്യങ്ങളും, പിന്നെ ഏറ്റവും ലാസ്റ്റ് അവിടെ സുപ്രീം കോർട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. ഒന്നാമതായിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന സംഭവം, ഈ ലിസ്റ്റിലുള്ള ആൻസർ മീൻസ് സബ്ജക്ട്, താഴെ പറയുന്ന സബ്ജക്ട്സ് ഏതൊക്കെ ലിസ്റ്റിലാണ് എന്ന് ഡിവൈഡ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, വീഡിയോ പോസ് ചെയ്തോ എഴുതിക്കോ, നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞേക്കുന്നതാണ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അടിയിൽ യൂണിയൻ ലിസ്റ്റിന്റെ ആൻസർ ഉണ്ട്, അത് നോക്കാതെ വേണം എഴുതാനായിട്ട്. ബാക്കി സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും എല്ലാവരും എഴുതണം ഫസ്റ്റ്. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് ഡിഫൻസും അതേപോലെ സിറ്റിസൺഷിപ്പും, ദാറ്റ് മീൻസ് പ്രതിരോധവും പൗരത്വവും. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് നമ്മുടെ ജയിൽ, ഇപ്പോൾ ഒരാളുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് വന്നിട്ടുണ്ടാവും. അടുത്തത് തദ്ദേശ സ്വയംഭരണം. കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് ഫോറസ്ട്രിയും അതേപോലെ എഡ്യൂക്കേഷനും. കറക്റ്റ് ആക്കി കൊള്ളോട്ട, തെറ്റിച്ചേക്കരുത്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഗവൺമെന്റ് ബിൽ ആൻഡ് പ്രൈവറ്റ് ബിൽ. ഗവൺമെന്റ് ബില്ലും സ്വകാര്യ ബില്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത്. ഗവൺമെന്റ് ബില്ലാണെന്നുണ്ടെങ്കിൽ ഒരു മിനിസ്റ്റർ സാധാരണ അവതരിപ്പിക്കുന്ന ബില്ലായിരിക്കുള്ളൂ ഗവൺമെന്റ് ബിൽ എന്ന് പറയുന്നത്. ഓക്കെ, മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലിനെയാണെന്ന് പറയുന്നത് സർക്കാർ ബിൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മന്ത്രിമാരല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലിനെ നമ്മൾ എന്ത് പറയും? സ്വകാര്യ ബില്ല് അഥവാ പ്രൈവറ്റ് ബില്ല് എന്ന് പറയും. ഓക്കെ, അറിഞ്ഞിരിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ്സ്. അതേപോലെ തന്നെ ഇൻ ദ ഡിവിഷൻ ഓഫ് പവർ മോർ സബ്ജക്ട്സ് ആൻഡ് കീ പവേഴ്സ് വിത്ത് ദ സെന്റർ, that means central government. Any independent and impartial judiciary, ക്വാസി ഫെഡറൽ സിസ്റ്റം. നമ്മൾ ഒരുപാട് പഠിച്ചേക്കുന്നതാണ്, നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിനൊക്കെ ചോദിച്ചിരുന്നതുമാണ്. എ കോമൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ സെന്റർ ആൻഡ് സ്റ്റേറ്റ്, സോവറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ്. ദ സെന്റർ ഹാസ് ദ അപ്പർ ഹാൻഡ് ഇൻ ദ പവേഴ്സ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ അഥവാ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ് അവിടെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 4 പോയിന്റ്സ് കൃത്യമായിട്ട് അവിടെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, യെസ്. ഇനി അടുത്തത്, വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? ഇത് ഒരു പിക്ചറായിട്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഒരുപാട് കണ്ടന്റ്സും അതിലുണ്ട്. തൽക്കാലം ഇതിൽ നിന്നും ഏറ്റവും എളുപ്പമുള്ള ഒരു 4 എണ്ണം നോക്കിയിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ മതി. 4-5 പോയിന്റ്സ് അവിടെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഒന്ന്, ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, പാർലമെന്ററി ഡെമോക്രസി, റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ്, ആൻഡ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി, ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇപ്പൊ ഏകദേശം ഒരു 9 10 നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം നോക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു 5 പോയിന്റ്സ് അവിടെ പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ചേക്കുക. അതിനിപ്പുറമുള്ള പോയിന്റ്സും നോക്കിയേക്കുക. ഇപ്പൊ ഫുള്ളായിട്ട് വായിച്ചു പോകാത്തത് നമുക്കിപ്പോൾ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ട് പോകാൻ നമുക്ക് സമയമില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം. 8 ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കണം. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നത് മനസ്സിലാക്കി തരാൻ കൂടെ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തേക്കുന്നത് ഇത്രയും. ഓക്കെ, അടുത്തത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. 2, പാർലമെന്ററി ജനാധിപത്യം. അടുത്തത് ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടന. അത് ഭരണഘടന എന്നല്ല, ഘടന. അടുത്തത് മൗലിക അവകാശങ്ങളും അതേപോലെ മൗലിക കർത്തവ്യങ്ങളും, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം, സ്വതന്ത്രവും അതേപോലെ നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്രമായ ഭരണഘടന സ്ഥാപനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നോക്കിയേക്കുക. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അമെൻമെന്റ് ഞാൻ നന്നായിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അമെൻമെന്റ് നമ്മൾ നന്നായിട്ട് പഠിക്കും. ഫ്ലെക്സിബിൾ അമെൻമെന്റ്, ഇത്ര പേരുടെ കൺസെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇത്ര മെജോറിറ്റി ഉണ്ടെങ്കിൽ, സിമ്പിൾ മെജോറിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാം. അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ രീതിയിലുള്ള ഒരു ചോദ്യം ചിലപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല. ദാറ്റ് മീൻസ് ഫ്ലെക്സിബിൾ അമെൻമെന്റിലൂടെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെ, അതേപോലെ റിജിഡ് അമെൻമെന്റും മോർ റിജിഡ് അമെൻമെന്റിലൂടെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെ, ഇങ്ങനെ കൂടെ ക്വസ്റ്റ്യൻ വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തോളണം. ഓക്കെ, യെസ്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ ഒന്ന് എഴുതി നോക്കുക, കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട, ഈ ചാപ്റ്റർ സെറ്റ് ആണ് എന്തായാലും. ഓക്കെ, യെസ്. അപ്പൊ ആൻസറിലോട്ട് പോകുന്നു. ഒന്നാമത്തതാണ് ഇവിടെ റിജിഡ് അമെൻമെന്റ് എന്ന് പറയും.
ഇനി ഇവിടെ ബി സെക്ഷനിൽ വരുന്നതാണ് നെയിം ഓഫ് ദ സ്റ്റേറ്റ്, ബൗണ്ടറീസ്, അതേപോലെ സിറ്റിസൺഷിപ്പ്, ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇവിടെ സി സെക്ഷനിൽ വരുന്നതാണ് ഡിവിഷൻ, ദാറ്റ് മീൻസ് മോർ റിജിഡ് അമെൻമെന്റിൽ വരുന്നതാണ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അവിടെ നോക്കണം. സോ അതിന്റെ മലയാളം കൂടെ തന്നിട്ടുണ്ട്, ഒന്ന് നോക്കിയേക്കുക. ദൃഢമായ ഭേദഗതി ഒന്നാമത്തത്, റിജിഡ് അമെൻമെന്റ്. പിന്നെ രണ്ടാമതായിട്ട് ഫ്ലെക്സിബിൾ, അയവുള്ള ഭേദഗതിയുടെ അണ്ടറിൽ വന്നേക്കുന്നതാണ് ഏതൊക്കെയാണ്, സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം മുതലായവ. ഇനി മോർ റിജിഡ് അമെൻമെന്റിൽ വരുന്നതാണ് കേന്ദ്ര സംസ്ഥാനങ്ങളുടെ അവിടെ അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമവും കാര്യങ്ങളും. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. തേർഡ് ചാപ്റ്റർ, ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി. ചാപ്റ്റർ 3, ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി, ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണ് ലാൻഡ് ഗ്രാൻഡ്സ്. നമ്മൾ തൊട്ട് മുമ്പത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ഈ ലാൻഡ് ഗ്രാൻഡ്സിന് ശേഷം സെക്കൻഡ് ചാപ്റ്ററിലും കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ ലാൻഡ് ഗ്രാൻഡ്സ് എന്ന് പറയുന്ന സിസ്റ്റത്തിന് ശേഷം പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് സൊസൈറ്റിയിൽ ഉണ്ടായത്, സോഷ്യൽ ലൈഫിൽ ഉണ്ടായത്, ആ സെക്ഷൻസ് നമുക്ക് നോക്കണം. ദാറ്റ് മീൻസ് ക്രാഫ്റ്റ് ആൻഡ് ട്രേഡിൽ, പിന്നെ അതേപോലെ ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, സോഷ്യൽ ലൈഫ്, അതിൽ അർത്ഥശാസ്ത്രയെ പറ്റിയിട്ട് പറയുന്നത് നോക്കണം. പിന്നെ ഇതിന്റെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് മുമ്പോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ സ്റ്റേറ്റ് സെൻട്രൽ അതോറിറ്റി ആൻഡ് ദ ലോക്കൽ പവേഴ്സ്, അതിനുള്ളിൽ നിന്നൊരു ചോദ്യം ചോദിക്കാം. ദാറ്റ് മീൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ, ഈ ഒരു ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ബോക്സ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സെക്ഷൻ നോക്കണം. പിന്നെ സൗത്ത് ഇന്ത്യയിലോട്ട് വന്നപ്പോൾ പല്ലവാസ്, പാണ്ഡ്യാസ്, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ ആർക്കിടെക്ചർ, പെയിന്റിംഗ്, അതേപോലെ തന്നെ ലിറ്ററേച്ചർ, സയൻസ്, ഈ ഫീൽഡിൽ നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നും അവിടെ നോക്കണം. ഓക്കെ, അപ്പോൾ ഏകദേശം ചാപ്റ്ററിന്റെ ഒരു ഓവറോൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത് തന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നന്നായി പഠിച്ചു കഴിഞ്ഞേക്കുന്നവർക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക, എഴുതി നോക്കുക. യെസ്, എഴുതി നോക്കിയിട്ടുണ്ടാവും എല്ലാവരും. ഇനി നമുക്ക് ആൻസറിലോട്ട് പോവാം. യെസ്, ന്യായ അവിടെ ഗൗതമ, വേദാന്ത ഭദ്രായന, സംഖ്യ കപില, വൈശേഷിക കണാദ. ഓക്കെ, സോ ഇതാണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എത്ര പേരുടെ ശരിയായി നോക്കാം. അടുത്തൊരു ചോദ്യം, വാട്ട് ആർ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ ലാൻഡ് ഗ്രാൻഡ്സ് ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, മിക്കവാറും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യമായിരിക്കാം ചോദിക്കുന്ന ഒരു ചോദ്യം ചിലപ്പോൾ മാച്ച് ഫോളോയിങ് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഗുപ്ത കാലഘട്ടത്തിൽ ഭൂമിദാന പ്രക്രിയയിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഒന്ന്, ദ കിങ്സ് അതോറിറ്റി ഓവർ ദ ഡൊണേറ്റഡ് ലാൻഡ് ഗ്രാജുവലി ഡിക്ലൈൻഡ്, ദാനം ചെയ്യപ്പെട്ട ഭൂമിയിൽ രാജാവിന്റെ അധികാരം കുറഞ്ഞു. The right to collect the taxes and administer justice over the donated land were transferred along with the ownership of the land. അതായത് ദാനം ചെയ്യപ്പെട്ട ആ ഒരു ഭൂമി ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള നികുതി പിരിവിനുള്ള അവകാശവും ഈ പറഞ്ഞ ഭൂമി കൊടുക്കുന്നതിനോടൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടു. Those who received the land grants also got the right to grant the land to someone else. ദാനമായി കിട്ടിയ ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ദാനമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് അവിടെ മാറി. മൂന്നാമതായിട്ട് is course of time the kings and nobles began to give land grants instead of cash as remuneration. പതിയെ ഈ പ്രഭുക്കന്മാരും രാജാക്കന്മാരും കൂലിയൊക്കെ പണമായിട്ട് കൊടുക്കുന്നതിന് പകരം റെമ്യൂണറേഷൻ ആയിട്ട്, പ്രതിഫലമായിട്ട് ഈ പറഞ്ഞ ഭൂമി ദാനമായിട്ട് കൊടുക്കാൻ തുടങ്ങി. ഓൾസോ മോസ്റ്റ് ഓഫ് ദ ലാൻഡ് ഗ്രാൻഡ്സ് വേർ റിസീവ്ഡ് ബൈ ബ്രാഹ്മിൻസ്. ആദ്യ കാലഘട്ടങ്ങളിൽ കൂടുതലും ബ്രാഹ്മണ വിഭാഗക്കാർക്കാണ് ഭൂമി ദാനമായിട്ട് കിട്ടിയിരുന്നത്. പക്ഷെ പിന്നീട് സമൂഹത്തിലുള്ള മറ്റു വിഭാഗക്കാർക്കും പതിയെ ഭൂമി ദാനമായിട്ട് കിട്ടാൻ തുടങ്ങി. സോ അതിന്റെ തന്നെ മലയാളമാണ് ഈ തന്നേക്കുന്നത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നില്ല. ദാനമായി കിട്ടുന്ന ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ദാനമായിട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ക്രമേണ സേവനത്തിനുള്ള പ്രതിഫലമായിട്ട് പണമായിട്ട് കൊടുക്കാതെ ഭൂമി ദാനമായിട്ട് കൊടുത്തു തുടങ്ങി. രാജാവിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്നായിരിക്കാം ബ്രാഹ്മണന്മാർക്ക്. പക്ഷേ പതിയെ അതെന്തിലോട്ട് മാറി, മറ്റു വിഭാഗക്കാർക്കും കിട്ടുന്ന രീതിയിലോട്ട് മാറി. അടുത്തത്, explain the factors that caused the spread of agriculture and the development of agriculture using irrigation system. കൃഷിയുടെ വ്യാപനത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ ഏതെല്ലാമാണെന്നും അതിന്റെ വികസനം ഏതെല്ലാമാണെന്നും അതിന് സഹായകമായിട്ടുള്ളത് ജലസേചന മാർഗങ്ങൾ ഏതൊക്കെയാണെന്നും വിശദീകരിക്കുക അല്ലെങ്കിൽ വിവരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ. കൃഷിയുടെ വ്യാപനത്തിന് സഹായിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു പിക്ചർ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ട്. ഇത് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. കനാൽസ്,
ടാങ്ക് വാട്ടർ റിസർവോയേഴ്സ്, അതേപോലെ ഘടിയന്ത്ര, റെയിൻ വാട്ടർ ഡാംസ്. ദീസ് ആർ ദ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ്. കൃഷിക്ക് ഉപയോഗിക്കാതെ കിടന്നിരുന്ന പ്രദേശങ്ങൾ കൃഷിക്ക് ഉപയുക്തമാക്കി അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാക്കി മാറ്റി. പുതിയ സാമൂഹ്യ വ്യവസ്ഥിതി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ ശക്തി അവിടെ പ്രദാനം ചെയ്തു. കൃഷിയുടെ സാങ്കേതിക വിദ്യയും കാലാവസ്ഥയും കുറിച്ചിട്ടുള്ള ബ്രാഹ്മണന്മാരുടെ അറിവ് ഈ പറഞ്ഞ ഭൂമിദാന പ്രക്രിയയൊക്കെ നടന്നതിന് ശേഷം പിന്നീട് ആ ഒരു പ്രദേശത്ത് കൃഷി വളരുന്നതിന് കാരണമായി. അതിൽ ബ്രാഹ്മണരുടെ അറിവിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടായിരുന്നു. കാരണം അവർക്ക് ഈ കൃഷി എങ്ങനെ കുറെ കൂടെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു കൃത്യമായ ഐഡിയ ഉള്ളവരായിരുന്നു ഈ ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള ജലസേചന മാർഗങ്ങൾ അടുത്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ നോക്കാനായിട്ടുള്ളത്. സോ അതിന്റെ തന്നെ മലയാളമാണ് കനാലുകൾ, കുളം അഥവാ ജലസംഭരണി, ഘടിയന്ത്ര, അതേപോലെ തന്നെ മഴവെള്ളം, അണക്കെട്ടുകൾ. അടുത്തത് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ റിസീവ്ഡ് റോയൽ പാട്രോണേജ് ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ്. അപ്പോൾ അവിടെ സോഷ്യൽ കൾച്ചറൽ ലൈഫിൽ തന്നെ ലിറ്ററേച്ചർ എന്നുള്ളൊരു സെക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും അവിടെ ഒരു 4 മാർക്കിന്റെ അല്ലെങ്കിൽ 3 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കുന്നത്. ഗുപ്ത കാലഘട്ടത്ത് സംസ്കൃത സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനം ലഭിച്ചു, പ്രസ്താവന സാധൂകരിക്കുക എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളവിടെ പറയണം. ഒന്നാമത്, സാൻസ്ക്രിറ്റ് വാസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ്, ഔദ്യോഗിക ഭാഷ സംസ്കൃതമായിരുന്നു. 2, രാമായണ, മഹാഭാരത ആൻഡ് ദ മോസ്റ്റ് ഓഫ് ദ പുരാണാസ് were translated into വരമൊഴി ഡ്യൂറിംഗ് ദിസ് പീരീഡ്. രാമായണവും മഹാഭാരതവും പുരാണങ്ങളും അടക്കം മിക്ക പുരാണങ്ങളും വരമൊഴിയിലേക്ക് മാറ്റിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഡ്രാമാസ്, പോയംസ്, ഗ്രാമർ, ഡിക്ഷണറി എക്സെട്ര വേർ കമ്പോസ്ഡ് ഇൻ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. സംസ്കൃത ഭാഷയിൽ നാടകങ്ങൾ, കാവ്യങ്ങൾ, വ്യാകരണം, നിഘണ്ടു തുടങ്ങിയവ ഇക്കാലത്ത് രചിക്കപ്പെട്ടു. ലാസ്റ്റ് പോയിന്റ്, സാൻസ്ക്രിറ്റ് ഡ്രാമാസ് വേർ വേൾഡ് ഫേമസ് അറ്റ് ദാറ്റ് ടൈം. സംസ്കൃത നാടകങ്ങൾ അക്കാലത്ത് ലോകപ്രസിദ്ധമായിരുന്നു. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കണം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3-4 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ പറഞ്ഞു പോകുന്നില്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അവിടെ നോക്കണം. ചാപ്റ്ററിന്റെ ഔട്ട്ലൈൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ്, ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും. അപ്പോൾ ഇതിൽ ജൈനിസം, ബുദ്ധിസം, ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കണം. ബുദ്ധിസത്തെ പറ്റി പറഞ്ഞേക്കുന്ന A to Z കാര്യങ്ങൾ അവിടെ നോക്കിയേക്കുക. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ഏർലി സ്റ്റേറ്റ്സ്, ആദ്യകാല രാഷ്ട്രങ്ങളിൽ മിക്കവാറും പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഗ്രീസിലെയും ഏതൻസിലെയും കാര്യങ്ങളാണ്. ഓക്കെ, സുരക്ഷയ്ക്കായിട്ട് അവർ ഒരുമിച്ച് നിന്ന കാര്യങ്ങളും പിന്നീട് ആധുനിക ജനാധിപത്യത്തോട് ഏറ്റവും കൂടുതൽ സാമ്യം തോന്നുന്നവയായിരുന്നു ആ ഒരു സ്ഥലത്തെ ഡെമോക്രസി എന്ന് പറയുന്നത്. ആ ഒരു കാര്യങ്ങൾ, പിന്നെ സ്ത്രീകളുടെ റോൾ എന്തായിരുന്നു എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ സെക്ഷൻസ് നോക്കുക. മൗര്യ എംപയർ, അതേപോലെ മഹാജനപദ, ഇത്രയും സെക്ഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ഒരു കീ ഏരിയാസ് എന്നൊക്കെ പറയുന്നത്. ജൈനിസത്തിലെ വർത്തമാന മഹാവീര, 24 തീർത്ഥങ്കരാസ് പഠിച്ചിട്ടുണ്ട്. ബുദ്ധിസത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ പഠിച്ചേക്കുന്നത്. ദുഃഖം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് 3 പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ശ്രീബുദ്ധന്റെ അവിടെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്. മഹാജനപദാസ് അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങസ്റ്റ് ആരായിരുന്നു. പിന്നെ മഗധയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ മഗധയൊക്കെ വിജയിക്കാൻ സഹായിച്ചത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരുന്നു. പിന്നെ അതിനുശേഷം മൗര്യ എംപയർ, അശോക ചക്രവർത്തിയെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. 5 മാർക്കഡ് കോയിൻസ് ഒക്കെ. അപ്പോൾ ഇപ്പൊ ഏകദേശം ഈ പറഞ്ഞ ടേംസ് ഒക്കെ ഒന്ന് കേട്ടുപോയപ്പോൾ ആ ചാപ്റ്ററിലെ കുറെ കണ്ടന്റ് ഒക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും എന്തായാലും. 1, 2, 4 ഈ 3 ചാപ്റ്റേഴ്സ് നമുക്ക് ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്നതാണ്. മിക്കവാറും ഒരൊറ്റ ക്വസ്റ്റ്യൻ ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. മിക്കവാറും അത് 3 അതല്ലെങ്കിൽ ഒരു 4 മാർക്കിന്റെ ചോദ്യമായിട്ടായിരിക്കുള്ളൂ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് ബുദ്ധ? ബുദ്ധന്റെ പ്രധാന തത്വങ്ങൾ എന്തെല്ലാം? ലൈഫ് ഈസ് ഫുൾ ഓഫ് സോറോ, ഡിസയർ ഈസ് ദ കോസ് ഓഫ് സോറോ, ഇഫ് ദ ഡിസയർ ഇസ് ഡിസ്ട്രോയിഡ് സോറോ വിൽ ഡിസപ്പിയർ. ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കണം. ദ 8-fold പാത്ത് ഷുഡ് ബി ഫോളോവുഡ്. ജീവിതം ദുഃഖം നിറഞ്ഞതാണ്. ആശയാണ് ദുഃഖത്തിന്റെ കാരണം. ആശയെ ഇല്ലാതാക്കിയാൽ ദുഃഖം അവിടെ ഇല്ലാതാകും. ഇതിന് അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. രണ്ടാമതായിട്ട്, what are the factors led to the development of new ideas during the 6th BCE? അതായത് 6-ാം നൂറ്റാണ്ടിൽ എന്തെല്ലാം ഘടകങ്ങളാണ് പുതിയ ആശയങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വരുന്നതിന് കാരണമായത്? ഈ പറഞ്ഞ 3 കാരണങ്ങൾ. ഒന്നാമത്തത്, ദ യൂസ് ഓഫ് അയൺ ടൂൾസ്, ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗം. 2, ഇൻക്രീസ് ദ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, ഗ്രോത്ത് ഓഫ് ട്രേഡ്സ് ആൻഡ് സിറ്റീസ്, കാർഷിക ഉൽപാദനം വർദ്ധിച്ചത്.
വ്യാപാരത്തിന്റെയും നഗരങ്ങളുടെയും വളർച്ച, ഇതൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിൽ പുതിയ ആശയങ്ങൾ അഥവാ ഐഡിയാസ് ഉയർന്നു വരുന്നതിന് കാരണമായത്. ലിസ്റ്റ് ഔട്ട് ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ഫോർ ദ റൈസ് ഓഫ് മഗധ ആസ് എൻ അൾട്ടിമേറ്റ് വിന്നർ. മഗധയുടെ അന്തിമ വിജയത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ എന്തെല്ലാം ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓർമ്മ വരും. കാരണം വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആയിരുന്നു, ഒരുപാട് മഴയും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നത് കൊണ്ട്. കൂടാതെ ഒരുപാട് അയൺ ഓർ ഡെപ്പോസിറ്റിന് അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് മഴയും ഫെർട്ടൈൽ റീജിയനും ആയിരുന്നു, ഫലഭൂഷ്ടമായ പ്രദേശമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കിട്ടും അവിടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു അതെന്നുള്ളത്. രണ്ടാമതായിട്ട് ഒരുപാട് അയൺ ഓർ ഡെപ്പോസിഷൻ ഒക്കെ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ, ഇരുമ്പിന്റെ നിക്ഷേപമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇരുമ്പിന്റെ ആയുധങ്ങൾ ഈ യുദ്ധത്തിൽ ഉപയോഗിക്കാനായിട്ട് അവർക്ക് ആ ഒരു സപ്പോർട്ട് അവിടെ നിന്നും കിട്ടിയിരുന്നു. യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു ഫാക്ടർ ആയിരുന്ന എലഫൻസ് എന്ന് പറയുന്നത്, അത് മഗധൻ കാടുകളിൽ ഒരുപാട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ യുദ്ധവിജയങ്ങൾ ഉറപ്പാക്കാനായിട്ട് ഈ പറഞ്ഞ ആനകൾ അവരെ ഒരുപാട് സഹായിച്ചിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവം. ദ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് പ്രൊവൈഡഡ് ഈസി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. മഗധ ഓൾസോ ഹാഡ് എഫിഷ്യന്റ് റൂളേഴ്സ് ലൈക്ക് ബിംബിസാര ആൻഡ് അജാന്തശത്രു. അപ്പോൾ ഗംഗയും അതിന്റെ ട്രിബ്യൂട്ടറീസും ഈ സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വാട്ടർ ട്രാൻസ്പോർട്ടേഷനും ആ ഒരു കാലഘട്ടത്ത് ഉണ്ടായിരുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല, അവിടെ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട രാജാക്കന്മാരും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു അവരുടെ യുദ്ധവിജയം ഉറപ്പാക്കാനായിട്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള ഭരണാധികാരികളായിരുന്നു ബിംബിസാരനും അതേപോലെ അജാന്തശത്രുവും. ഓക്കെ, ഇനി ചാപ്റ്ററിലെ ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഏതൻസിലെയും ഗ്രീസിലെയും ഭരണ സംവിധാനം താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു ടേബിൾ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീസിലെയും ഏതൻസിലെയും ഭരണ സംവിധാനം. ഒന്നാമത്, ഇൻ ഗ്രീസ് ദ വില്ലേജ് സ്റ്റുഡ് ടുഗദർ ഫോർ ദ പർപ്പസ് ഓഫ് ദ സെക്യൂരിറ്റി ആൻഡ് ദ ഗവേണൻസ്. അതായത് ഇവര് രാജ്യസുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഗ്രീസിലെ എല്ലാ ഗ്രാമങ്ങളും ഒരുമിച്ച് നിന്നു. അങ്ങനെ പിന്നീട് അവ സിറ്റി സ്റ്റേറ്റ്സ് എന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങി. നഗരരാഷ്ട്രങ്ങൾ എന്നൊക്കെ പറയും. ദ സിറ്റി സ്റ്റേറ്റ്സ് കൺസിസ്റ്റഡ് ഓഫ് എ സിറ്റി ആൻഡ് ദ സറൗണ്ടിങ് അഗ്രികൾച്ചറൽ വില്ലേജസ്. ഹിൽസ് ആൻഡ് ദ മൗണ്ടെയിൻസ് പ്രൊവൈഡഡ് നാച്ചുറൽ ബൗണ്ടറീസ് ഓഫ് ദീസ് സിറ്റി സ്റ്റേറ്റ്സ്. അതായത് ആ പറഞ്ഞ കുന്നുകളായിക്കോട്ടെ പർവ്വതങ്ങളായിക്കോട്ടെ അതെല്ലാം പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ബൗണ്ടറീസ് ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്തത് ഈ പറഞ്ഞ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. സം ഓഫ് ദ സിറ്റി സ്റ്റേറ്റ്സ് വെർ ഐലൻഡ്സ്, ദ്വീപുകളായിരുന്നു. ദ ക്യാപിറ്റൽ ഓഫ് ദീസ് സിറ്റി സ്റ്റേറ്റ്സ് വെർ ലൊക്കേറ്റഡ് ഓൺ ദ ഹൈ ഹിൽസ്. ഏറ്റവും ഉയർന്ന ഒരു പ്രദേശത്തുള്ള ഒരു സ്ഥലമായിരിക്കും പൊതുവെ ഇവരുടെ ക്യാപിറ്റൽ ആയിട്ടുള്ളത്. ഇനി ഇതിന്റെ സ്ഥലത്ത് ഏതൻസ്, സ്പാർട്ട, കോറിന്ത് ആൻഡ് ദ തീബ്സ് വേർ സം ഓഫ് ദ മേജർ സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഗ്രീസ്. അവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് സിറ്റി സ്റ്റേറ്റ്സ് ആയിരുന്നു ഗ്രീസിലുള്ള. ഏതൊക്കെയാ? ഏതൻസ്, സ്പാർട്ട, കോറിന്ത് ആൻഡ് ദ തെബസ് ആർ ദ മേജർ സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ദ ഗ്രീസ്. ഇനി അടുത്തുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. ഇനി ഏതൻസിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്ന് നോക്കാം. 2500 വർഷം മുമ്പ് ഏതൻസിൽ നിലനിന്നിരുന്ന, നമ്മൾ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ആധുനിക ജനാധിപത്യത്തോട് സാമ്യമുള്ളതായിരുന്നു ഈ പറയുന്ന ഏതൻസ് എന്ന് പറയുന്നത്. അടുത്തത്, ഇത് മറ്റു നഗരരാഷ്ട്രങ്ങളിലെ ഭരണ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അടിമകൾ ഒഴികെ, സ്ലേവ്സ് ഒഴികെ 30 വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാരും പൗരന്മാരായിട്ടാണ് അവിടെ കണക്കാക്കപ്പെട്ടിരുന്നത്. അപ്പോൾ സ്ത്രീകൾക്കും അതേപോലെ തന്നെ ഈ അടിമകളായിട്ട് കണക്കാക്കപ്പെടുന്നവർക്കും അവിടെ പ്രത്യേകിച്ച് റൈറ്റ്സും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പൗരന്മാർ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വർഷത്തിൽ 4 തവണ യോഗം ചേരുകയും ചെയ്തിരുന്നു. സ്ത്രീകൾ, കരകൗശല തൊഴിലാളികൾ, വ്യാപാരികളായിട്ട് ജോലി ചെയ്യുന്ന വിദേശികൾ എന്നിവരെ പൗരന്മാരായിട്ട് അവിടെ കണക്കാക്കിയിരുന്നില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അവിടെ നോക്കാനായിട്ടുള്ളത്. ഓക്കെ, ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. ദാറ്റ് മീൻസ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, മൂവിങ് ടുവേർഡ്സ് ദ സ്റ്റോൺ ഏജ്, ഫോർവേഡ് ദ സ്റ്റോൺ ഏജ്, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ സ്റ്റോൺ ഏജ് അതേപോലെ കുറച്ച് ഏജസ് പഠിച്ചിട്ടുണ്ട്. പാലിയോളിറ്റിക് ഏജ്, നിയോളിറ്റിക് ഏജ്, ഇതിന്റെ ഒരു കമ്പാരിസൺ നോക്കണം. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പാലിയോളിറ്റിക് ഏജും അതേപോലെ നിയോളിറ്റിക് ഏജും. ഇതിലെ തന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു ടൈം പീരീഡിൽ വന്നത്, ചിലപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻസ് ചോദിക്കാം. മിക്കവാറും ഇതിൽ നിന്നായിരിക്കും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അനലൈസ് ദ പാലിയോളിറ്റിക് ആൻഡ് നിയോളിറ്റിക് ഓൺ ദ ബേസിസ് ഓഫ് ദ ഹിന്റ്സ് ഗിവൺ ബിലോ. ടൂൾസ്, ലൈവ്ലിഹുഡ്സ്.
അതായത് പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം, ആ ഒരു കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ എങ്ങനെയായിരുന്നു, പിന്നെ അവരുടെ ലൈവ്ലിഹുഡ്, ദാറ്റ് മീൻസ് ഉപജീവന രീതികൾ എങ്ങനെയുള്ളതായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ടൂൾസ്. അവർ ഉപയോഗിച്ചിരുന്നത് റഫ് ടൂൾസ് ആയിരുന്നു. പാലിയോലിറ്റിക് ഏജിൽ പരുക്കൻ ആയുധങ്ങളായിരുന്നു. ലൈവ്ലിഹുഡ്, ഹണ്ടിങ് ആൻഡ് ദ ഫുഡ് ഗ്യാദറിങ്, ഇതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗങ്ങൾ. വേട്ടയാടലും അതേപോലെ ഭക്ഷ്യശേഖരണവും. നിയോലിറ്റിക് ഏജ് ആയി കഴിഞ്ഞപ്പോൾ ഒരു കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയി. റഫ് ടൂൾസിന് പകരം പോളിഷ്ഡ് ടൂൾസ്, മിനുസപ്പെടുത്തിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഉപജീവന മാർഗമായിട്ട് ഹണ്ടിങ്ങും അതേപോലെ തന്നെ അഗ്രികൾച്ചർ, കൃഷിയും സെറ്റിൽമെന്റും അതായത് സ്ഥിരവാസവും അവരെന്ത് ചെയ്തു, അവിടെ ആരംഭിച്ചു. ഹണ്ടിങ്ങും അഗ്രികൾച്ചറും ആണ് മെയിൻ എന്ന് പറയുന്നത്. പിന്നീട് അവർ സ്ഥിരവാസം ആരംഭിച്ചതും ഈ പറഞ്ഞ നിയോലിറ്റിക് ഏജിലാണ് എന്നുകൂടെ അറിഞ്ഞിരിക്കുക. ഇനി ഈ പാലിയോലിറ്റിക് ഏജിന്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന ഈ ഒരു ഫീച്ചേഴ്സ് നോക്കണം. ഇതിലും ഏതെങ്കിലും ഒരു 4-5 പോയിന്റ്സ് നോക്കിയാൽ മതി. അവർ ഉപയോഗിച്ചിരുന്നത് റഫ് സ്റ്റോൺ ടൂൾസ് ആണ്. ലീവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസ്, തുറസായ സ്ഥലങ്ങളിലും ഗുഹകളിലും ഒക്കെയാണ് അവർ താമസിച്ചിരുന്നത്. ബാക്കി പോയിന്റ്സ് കൂടെ അവിടെ ഓടിച്ചു നോക്കിയേക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ്. ഹണ്ടിങ് ആൻഡ് ദ ഗ്യാദറിംഗ് വേർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. ബാൻഡ്സ് വേർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ സൊസൈറ്റി. മെൻസ് വേർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ് ആൻഡ് ദ വുമൻസ് ഗ്യാദറിംഗ്. ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്. ലാസ്റ്റ് പോയിന്റ്, നൊമാഡിക് ലൈഫ് പ്രിവെയിൽഡ്. അതായത് പരുക്കൻ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലുമാണ് അവർ താമസിച്ചിരുന്നത്. വേട്ടയാടൽ, ഭക്ഷ്യശേഖരണം എന്നിവയായിരുന്നു പ്രധാന ഉപജീവന മാർഗങ്ങൾ. തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ബാൻഡുകൾ ആയിരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം. പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ഭക്ഷ്യശേഖരണത്തിലും ആണ് ഏർപ്പെട്ടിരുന്നത്. ലാസ്റ്റ്, ഭക്ഷ്യം സംഭരിച്ചു വെച്ചിരുന്നില്ല. നാടോടി ജീവിതമാണ്, നൊമാഡിക് ലൈഫാണ് അവിടെ നിലനിന്നിരുന്നത്, അറിഞ്ഞിരിക്കുക. ഇനി ഈ ചാപ്റ്ററിൽ നിന്നുള്ള അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം ഒരു പിക്ചർ കാണിച്ചിട്ട് പാലിയോലിറ്റിക് ഏജ്, നിയോലിറ്റിക് ഏജിന്റെ കമ്പാരിസൺ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ടൈം എക്സാമിന് ചോദിച്ചിരുന്നത് വാട്ട് ആർ ദ 3 സ്റ്റേജസ് റിലേറ്റഡ് ടു ദ യൂസ് ഓഫ് ടൂൾസ് ഇൻ പാലിയോലിറ്റിക് ഏജ്. പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട 3 ഘട്ടങ്ങളാണ് ഏതൊക്കെ? യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, അതേപോലെ സ്റ്റാൻഡേർഡൈസേഷൻ. ദാറ്റ് മീൻസ് പ്രയോജനപ്പെടുത്തൽ, രൂപമാറ്റം വരുത്തൽ, ക്രമവൽക്കരണം. ഇതായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ 3 സ്റ്റേജസ്. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കണം. യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ ഉപയോഗിക്കുന്നത്. ലഭ്യമായ കല്ലുകൾ ആവശ്യാനുസരണം രൂപം മാറ്റി ഉപയോഗിക്കുന്നതായിരുന്നു ഏത്? ഫാഷനിങ് എന്ന് പറയുന്നത്. ഓരോ ആവശ്യത്തിനും ഓരോ രീതിയിലുള്ള ടൂൾസ് നിർമ്മിക്കുന്ന രീതിയായിരുന്നു ക്രമവൽക്കരണം അഥവാ സ്റ്റാൻഡേർഡൈസേഷനിൽ വന്നിരുന്നത്. വാട്ട് ആർ ദ മേജർ മിസോലിറ്റിക് സൈറ്റ്സ്? ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? സ്റ്റാർക്ക, ഫാഹിയൻ കേവ്, സാറായ് നെഹർ റായി. ഓക്കെ, സ്റ്റാർക്കാർ ഇംഗ്ലണ്ട്, ഫാഹിയൻ കേവ് ശ്രീലങ്ക, സാറായ് നെഹർ റായി ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, നോക്കിയേക്കണം. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 സ്റ്റേജസ് റിലേറ്റഡ് ടു ദ യൂസ് ഓഫ് ടൂൾസ് ഇൻ പാലിയോലിറ്റിക് ഏജ്? പ്രാചീന ശിലായുഗത്തിൽ ഉപകരണങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട 3 ഘട്ടങ്ങൾ ഏതെല്ലാം നോക്കിയേക്കണം. ഓക്കെ, യെസ്. അടുത്തത് ചാപ്റ്ററിൽ നിന്നുള്ള ലാസ്റ്റ് ടോപ്പിക് ആണ്. കമ്പയർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഏർലി വേദിക് പീരീഡ് ആൻഡ് ദ ലേറ്റർ വേദിക് പീരീഡ്. ആദ്യ വേദ കാലഘട്ടവും പിൽക്കാല വേദ കാലഘട്ടവും തമ്മിൽ താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് പോയിന്റ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് പാർട്ടിലായിട്ട് ഒരു 2 ടേബിൾ ആയിട്ട് തന്നെ ഈ ഒരു സംഭവം തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ് അവിടെ പഠിച്ചു വെച്ചേക്കുക. സപ്ത സിന്ധു റീജിയൻ ലേറ്റർ വേദിക് പീരീഡിലാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് എന്തായിട്ട് മാറി? എക്സ്റ്റെൻഡ് അപ്പ് ടു ഗാൻജറ്റിക് പ്ലെയിൻ, ഗംഗാ സമതലത്തിലോട്ടായിട്ട് മാറി. ഇവിടെ ഉണ്ടായിരുന്നത് ഇടയ സമൂഹമാണ്, പാസ്റ്ററൽ ഇക്കോണമിയാണ്. അപ്പുറത്താണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ വാസ് ഗിവൺ ഇമ്പോർട്ടൻസ്. സെമി നോമാഡ്സ് ആയിരുന്നു, ദാറ്റ് മീൻസ് നാടോടികളായിരുന്നു കൂടുതലും ഏർലി വേദിക് പീരീഡിൽ, ആദ്യ വേദ കാലഘട്ടങ്ങളിൽ. പിന്നീട് ഇവരെ സ്ഥിരവാസം ആരംഭിച്ചു, സെറ്റിൽഡ് ലൈഫ് ആരംഭിച്ചു. കംപ്ലീറ്റ്ലി ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ഫോർ വുമൺ. പക്ഷേ ലേറ്റർ വേദിക് പീരീഡിലായി കഴിഞ്ഞപ്പോഴത്തേക്കും സ്ത്രീകൾക്ക് സമൂഹത്തിൽ ലഭിച്ചിരുന്ന പ്രാധാന്യം അവിടെ കുറഞ്ഞു. ദ ഫോറസ്റ്റ് വാസ് ക്ലിയർഡ് ആൻഡ് ബേൺഡ് ഫോർ കൾട്ടിവേഷൻ. പക്ഷേ ഇപ്പുറത്ത് അയൺസ് അതല്ലെങ്കിൽ അയൺ ടൂൾസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ദ സൊസൈറ്റി വാസ് കൺസിസ്റ്റഡ് ഓഫ് മെനി ട്രൈബ്സ്. ഇവിടെ വർണ്ണ സിസ്റ്റം, ദാറ്റ് മീൻസ് സൊസൈറ്റി വിവിധ തട്ടുകളായിട്ട് തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു ഈ പറഞ്ഞ ലേറ്റർ വേദിക് പീരീഡിൽ. പിന്നെ യാഗാസ്,
വെർ സിമ്പിൾ ആൻഡ് കുഡ് ബി ഡൺ ബൈ ദ ഹെഡ് ഓഫ് ദ ഫാമിലി. അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ യാഗങ്ങളൊക്കെ നടത്തുന്നത് കുറെ കൂടെ ചെലവേറിയതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പോയിന്റ്, നാച്ചുറൽ ഫോഴ്സസ് വെർ വർഷിപ്പഡ്. പ്രകൃതി ദൈവങ്ങളെയാണ് കൂടുതൽ ആരാധിച്ചിരുന്നത് എവിടെ? ഏർലി വേദിക് പീരീഡിൽ. പക്ഷേ ലേറ്റർ വേദിക് പീരീഡിലായി കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ ദൈവങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവിടെ ഉയർന്നു വരാനായിട്ട് തുടങ്ങി. ഓക്കെ, ന്യൂ ഡൈറ്റീസ് കം ടു ദ വേർഷിപ്സ്, അതേപോലെ ബിഗിനിങ് ഓഫ് ദ വേരിയസ് ക്രാഫ്റ്റ്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിലും പഠിച്ചതിന്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് നോക്കേണ്ടത്. അപ്പോൾ ചാപ്റ്ററിന്റെ നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. സെക്കൻഡ് ടേം, തേർഡ് ടേമിലെ പോർഷൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. കാരണം 30+ മാർക്സ് ചോദിക്കുന്നത് അതിൽ നിന്നായിരിക്കുള്ളൂ. ബാക്കി ഉള്ള ചോദ്യങ്ങളായിരിക്കുള്ളൂ നമ്മുടെ ഫസ്റ്റ് ടൈമിൽ നിന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം ഒഴിവാക്കരുത്. അതിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ.